teachers, retired faculty, now ബേക്കർ ജൂനിയർ. അദ്ദേഹത്തിന്റെ ജീവിത ദർശനവും പാരമ്പര്യവും നമുക്ക് ആദരവോടെ സ്മരിക്കാം. ഒപ്പം വർഷങ്ങളായി നമ്മുടെ കലാലയത്തിന്റെ വിജയമൊരുക്കാൻ നിലകൊണ്ട നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപക ശ്രേഷ്ഠൻ ഡോക്ടർ വീണ പോൾ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി, ആൻഡ് മിസ് ഡോണ സെബാസ്റ്റ്യൻ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ഇവരുടെ 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട അധ്യാപക ജീവിതത്തിന് ഔദ്യോഗികമായി പരിശീലനം നേടുകയാണ്. What we witness today is a moment where memories, gratitude and legacy come together. ഒരു തലമുറ കൈമാറിയ അറിവിന്റെ ദീപശിഖ മറ്റൊരു തലമുറ ഏറ്റുവാങ്ങുന്ന സുന്ദര നിമിഷത്തിലാണ് നാം സാക്ഷികളാകുന്നത്. Thus today's camp becomes a beautiful confluence of remembrance, gratitude and hope. Let us begin this memorable event with thankful hearts. To seek divine blessings, let us instill our കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ കൃപയാലാകണമേ. എന്റെ വീതികളിൽ പിതാക്കളെയും നിന്നനുഗ്രഹത്തിൽ നിറച്ചിടണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ, കൃപയിൽ തൂകണമേ. എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഓഡിറ്റോറിയത്തിന് വെളിയിൽ നിൽക്കുന്നവർ ദയവായി ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷനും CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ ബിഷപ്പും CSI ഡെപ്യൂട്ടി മോഡറേറ്ററും സർവോപരി നമ്മുടെ കലാലയത്തിൻ്റെ മാനേജരും രക്ഷാധികാരിയുമായ അഭിവന്യ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനി, കോളേജിൻ്റെ മുൻ മാനേജരും ബിഷപ്പ് എമരിറ്റസും ആയ റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ഡാനിയൽ തിരുമേനി, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയും 2026 റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയർ മെമ്മോറിയൽ ലെക്ചർ നടത്താൻ എത്തിയിരിക്കുന്ന ലോകപ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞനും പണ്ഡിതനും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായ ഡോക്ടർ എതിരൻ കതിരവൻ സാർ, ഇന്ന് ഔദ്യോഗികമായി നമ്മുടെ കലാലയത്തിൽ നിന്ന് ഏതാണ്ട് 30 വർഷത്തിലേറെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ബീന പോൾ, മിസ് ഡോണ സെബാസ്റ്റ്യൻ, അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഈ കലാലയത്തിൽ നിന്ന് ദീർഘകാലം പഠിപ്പിച്ച് പ്രശസ്തമായ തരത്തിൽ സേവനം ചെയ്ത് വിവിധ കാലഘട്ടങ്ങളിലായി ഇവിടെ നിന്ന് വിരമിച്ച
മുൻ പ്രിൻസിപ്പൽമാർ, മുൻ അധ്യാപകർ, മുൻ അനധ്യാപകർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചമ്മമാർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ കോളേജിലെ സ്റ്റാഫ് അംഗങ്ങൾ, അനധ്യാപകർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നോൺ ടീച്ചിങ് സ്റ്റാഫ് മെമ്പേഴ്സ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന, ഉടൻ തന്നെ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ നഗരപിതാവ് അഡ്വക്കേറ്റ് VP നാസർ, ഡയോസിയൻ ഓഫീസേഴ്സ് ആയ റവറൻ PC മാത്തിക്കുട്ടി അച്ഛൻ, നമ്മുടെ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ റവറൻ PV ജോസഫ് അച്ഛൻ, കോളേജിന്റെ ബർസാർ റവറൻ സൈമൺ P ജോസൻ, അലുമിനി അസോസിയേഷന്റെ പ്രസിഡന്റായി നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ സിബി പ്ലാത്തോട്ടം, PTA വൈസ് പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, ഓഫീസ് സൂപ്രണ്ട് ജോമോൻ K ജോസഫ്, ഡോക്ടർ നിഷ ജോസഫ്, ഡോക്ടർ അൻസ ആൻഡ്രൂസ്, കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ ആശിഷ് രവികുമാർ, ഈ പരിപാടിയുടെ മുഖ്യ കൺവീനർ ഡോക്ടർ ഡിഷ വിജയ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. അംബേദ്കർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവരും അറിയാത്തവരുമായ ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. 1981 ഈ ഗ്രാമീണ പ്രദേശത്ത് ഫ്രം ഡാർക്ക്നെസ് ഇൻ ടു മാർവലസ് ലൈറ്റ് എന്ന ആപ്തവാക്യത്തോടുകൂടി ദീർഘവീക്ഷണമുള്ള ഒരു കൂട്ടം വ്യക്തികൾ സമാരംഭിച്ച ഈ കലാലയം 45 വർഷം പിന്നിടുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നൂറുകണക്കിന് കലാലയങ്ങളുണ്ട്. 55,000-ൽ പരം കലാലയങ്ങൾ ഇന്ത്യയിലുണ്ട്. 1338-ലധികം സർവകലാശാലകളുണ്ട്. ഇതിൽ നിന്നും തികച്ചും ഈ ചെറിയ കലാലയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇതിന് സാറിന് അറിയാവുന്ന പോലെ ഏതാണ്ട് 95% വിദ്യാർത്ഥികളും ഇന്ന് ഈ കോളേജിൽ പഠിക്കുന്നവർ SC, ST, OBC, OEC മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണ്. കേരളത്തിലെ ഒരു കലാലയത്തിലും നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ഇത്രത്തോളം വൾണറബിൾ സെക്ഷൻസിന് വിദ്യാഭ്യാസം നൽകുന്ന 4.5 പതിറ്റാണ്ട് വിദ്യാഭ്യാസം നൽകുന്ന ഒരു കലാലയമാണ് ഹെൻറി ബക്കർ കോളേജ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് ഇതിൻ്റെ ലൊക്കേഷനാണ്, രണ്ടാമത് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആണ്, മൂന്നാമത് വളരെ സർവ്വസാധാരണക്കാരായ കുട്ടികൾ ഈ ക്യാമ്പസിലേക്ക് പഠിക്കാൻ വരുന്നവരെ അസാധാരണ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി റാങ്കുകളും സമൂഹത്തിന്റെ ഉറ്റുന്നതിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ അടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് ഹെൻറി ബക്കർ കോളേജ്. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല അനുസ്യൂതം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനെ കഴിഞ്ഞ സാറോട് സംസാരിച്ചപ്പോൾ സാർ പറയും, സാർ ഒരുപാട് പരിപാടികൾക്ക് ഇത്തരത്തിൽ പോകാറുള്ളതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണെന്നാണ്. കാരണം സാറ് 30-ലേറെ വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. ഇവിടെ വിദ്യാഭ്യാസ രീതി എന്താണെന്നും പ്രത്യേകതകൾ എന്താണെന്നും ഇവിടെ എങ്ങനെ അധ്യയനം നടക്കുന്നെന്നും ഇവിടുത്തെ കരിക്കുലം എന്താണെന്നും അതിൻ്റെ ഔട്ട്കം എന്താണെന്നും ഇങ്ങനെയുള്ള പ്രത്യേകതയെക്കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സാർ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നത് പറയാറുണ്ടായി. നമ്മളൊക്കെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യം വിട്ടുപോകുന്നു എന്നുള്ളതാണ്. കുട്ടികൾ ഇവിടെ പഠിക്കാൻ നിൽക്കുന്നില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് സ്കില്ലില്ല, ജോലിയില്ല. അപ്പോൾ എവിടെയോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കുഴപ്പമുണ്ടെന്ന് നാം ചിന്തിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാൻ നാം ഒരുപാട് താമസിച്ചു എന്നുള്ളതാണ് പരമപ്രധാനമായ സംഗതി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്ന് ഇവിടെ നമുക്ക് എത്തിയിരിക്കുന്ന അധ്യക്ഷം വഹിക്കുന്ന അഭിമന്യ തിരുമേനിയെക്കുറിച്ച് പ്രത്യേകിച്ച് മുഖവരി ഒന്നും ആവശ്യമില്ല. ഏതാണ്ട് 50 ലക്ഷത്തിലേറെ വിശ്വാസികളുടെ സമൂഹമായി CSI സഭയുടെ ഏറ്റവും പരമപ്രധാനമായ പദവികളിലൊന്നായി ഡെപ്യൂട്ടി മോഡറേറ്റർ പദവി അലങ്കരിക്കുന്ന തിരുമേനി നമ്മുടെ കലാലയത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന പ്രകാശമാണ്. തിരുമേനി പറയുമ്പോൾ വലിയ ലക്ഷ്യങ്ങളാണ് തിരുമേനിയുടെ മനസ്സിലുള്ളത്. പലപ്പോഴും സംസാരിക്കാറുണ്ട്, ഈ കലാലയത്തെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുക, മറ്റൊരു ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് മാറ്റുക, അതുവഴി മറ്റൊരു തലത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ കലാലയത്തെ പരിവർത്തനം ചെയ്യിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണമെന്ന് എപ്പോഴും തിരുമേനി ഓർപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും
നമ്മുടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുമ്പോട്ട് തന്നെയാണ്. ഹെൻറി ബക്കർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവാർഡ്സും അക്കലേഡ്സും കിട്ടിയ വർഷങ്ങളാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ. നാക്കിൻ്റെ അസസ്മെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള എ ഗ്രേഡ് കിട്ടിയ ചുരുക്കം ചില കോളേജിൽ ഒന്നായിരുന്നു ഈ കലാലയം. തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ദേശീയ തലത്തിൽ നാക്കിന് എ ഗ്രേഡ് സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഈ കലാലയം നേടിയിട്ടുണ്ട്. കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിലൊക്കെ ഈ കലാലയം മികച്ചതാണ് മറ്റ് കലാലയങ്ങൾ എന്ന് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കും. ഈ അഭിമന്യ തിരുമേനി തീർച്ചയായിട്ടും ഒരുപാട് തിരക്കുകളുടെ നിലവിൽ, കാരണം ഏതാണ്ട് 23-ൽ പരം സഭകളും സമീപ രാജ്യങ്ങളിലുള്ള പല സഭകളും ഒക്കെ അടങ്ങുന്ന വലിയൊരു സമുച്ചയത്തിൻ്റെ രണ്ടാമത്തെ ഡെപ്യൂട്ടി മോഡറേറ്റർ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ്. നിരന്തരം തിരുമേനി യാത്രയാണ്. തിരുമേനിയെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ കാലമായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാസിൻ ജോണച്ചൻ വഴി നമുക്ക് കഴിഞ്ഞ ദിവസം ഈ ഡേറ്റ് നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും തിരുമേനി കൃത്യസമയത്ത് എത്തി. ഈ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കുന്ന ആദരണീയനായ റൈറ്റ് റവറൻഡ് DS ഫ്രാൻസിസ് തിരുമേനിയെ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോളേജിൻ്റെ മുൻ മാനേജരും മുൻ ബിഷപ്പുമായ ബിഷപ്പ് എമരിറ്റസ് അഭിമന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ KG ഡാനിയൽ തിരുമേനി ഈ കോളേജിലെ ദീർഘകാലം മാനേജരായിരുന്നു, ബിഷപ്പായിരുന്നു. ഈ കലാലയത്തെ മറ്റൊരു പടിയിലേക്ക് ഉയർത്താൻ തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ് തിരുമേനി. ഏതൊരു ഫംഗ്ഷനും ഇവിടെ നമ്മുടെ കോളേജിൽ ക്ഷണിച്ചാൽ എത്താറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് തിരുമേനി വരാനുണ്ടായ കാരണം എനിക്കറിയാം. നമ്മുടെ വിരമിക്കുന്ന 2 അധ്യാപകരുമായിട്ടുള്ള അഭേദ്യമായ മാനസികമായ ഒരു അടുപ്പവും ബന്ധവുമാണ് ക്ഷണിച്ചപ്പോൾ തന്നെ തിരുമേനിയോട് എത്താമെന്ന് സംഭവിച്ച് എത്തിയതും. തിരുമേനിയെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന സംഗതി, ലോകത്തിൽ ഒരുപക്ഷെ ഇന്ന് അറിയപ്പെടുന്ന ഒരു ജനിതക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും പ്രഭാഷകനും വിഷയങ്ങൾ തമ്മിൽ അതിരുകളില്ലാത്ത ഒരു ലോകത്ത്, ലോകരാജ്യങ്ങൾ തമ്മിൽ അതിരുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, പക്ഷേ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ അതിരുകൾ ഇല്ലാതായി എന്ന് പറയുന്നത് പോലെ വിഷയങ്ങൾ തമ്മിലുള്ള അതിരുകൾ, വേലിക്കെട്ടുകൾ പൊളിച്ചടുക്കിക്കൊണ്ട് മൾട്ടി ഡിസിപ്ലിനറി, ഒരു ഇന്റർ ഡിസിപ്ലിനറി അല്ലെ ട്രാൻസ് ഡിസിപ്ലിനറി അല്ലെ ക്രോസ് ഡിസിപ്ലിനറി ആയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അത്ഭുതത്തോടെ കാണുന്നൊരു കാര്യം, ശാസ്ത്രവും സാഹിത്യവും സാമൂഹ്യ ശാസ്ത്രവും കലയും ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയും എല്ലാം വഴങ്ങുന്ന ഒരു വ്യക്തി. അത്തരത്തിൽ ഉള്ള മേഖലകളിൽ പ്രവർത്തിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചിന്തിക്കുകയും സംഭാവന ചെയ്യുന്ന ഒരു മഹത് വ്യക്തി, ഒരുപക്ഷെ മുഖവുര ഒട്ടും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് എതിരൻ കതിരവൻ സാർ. സാർ ഇന്നിവിടെ എത്തുന്നു എന്നറിഞ്ഞ് മലയാള മനോരമയിൽ നിന്നും മാതൃഭൂമിയിൽ നിന്നും ദീപികയിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. എതിരൻ കതിരവൻ സാർ എപ്പോഴാണ് എത്തുന്നത്, സാറിൻ്റെ പ്രഭാഷണം എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി. ഞാൻ അത്ഭുതത്തോടെ കാണുന്ന മറ്റൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ സാറിൻ്റെ ഒരുപാട് സംഭാവനകളുടെ ഡിസ്കഷൻസ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു, നമ്മളെപ്പോലുള്ളൊരു കലാലയത്തിൽ സാറിനെ പോലുള്ള വ്യക്തിയെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന്. പിന്നീട് സംഭവിച്ചത് അത്ഭുതം എന്ന് പറയട്ടെ, ഡിസംബർ മാസം 27-ാം തീയതി സാറ് ചിക്കാഗോയിൽ നിന്ന് കേരളത്തിലെത്തി. എല്ലാ വർഷവും 1-2 മാസം ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ സനീഷ് TB മൂവാറ്റൂർ നിർമ്മല കോളേജ് പ്രൊഫസറോട് ചോദിച്ചു, നമുക്ക് റവറൻഡ് ഹെൻറി ബക്കർ മെമ്മോറിയൽ ലെക്ചർ നടത്താൻ വേണ്ടി നല്ലൊരു ഗസ്റ്റിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സാറ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, സാറിനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ബന്ധപ്പെടുകയായിരുന്നു. 27-ാം തീയതി തൊട്ട് ഇന്ന് വരെ വീട്ടിൽ ഒരു ദിവസം പോലും സാറിന് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് പരിപാടികൾ, ഗവൺമെൻറ് സ്പോൺസേഡ് ഓട്ടോണമസ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ, കലാമണ്ഡലത്തിലുള്ള പ്രോഗ്രാമുകൾ, സർവകലാശാലയിലെ പ്രോഗ്രാമുകളൊക്കെ മുഴുവൻ ദിവസവും യാത്ര ചെയ്യുകയും ഇന്ന് തന്നെ 2 പ്രോഗ്രാം ഇത് കൂടാതെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്രത്തോളം തിരക്കുള്ള ഒരു വ്യക്തിയെ ഇന്നിവിടെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഇത് സംഭവിച്ചു, ഇത് നിമിത്തമാണ്. പലതും ജീവിതത്തിൽ സംഭവിക്കുന്ന നിമിത്തങ്ങളാണല്ലോ. നമ്മൾ ആഗ്രഹിച്ച് നടക്കാതിരിക്കും, ആഗ്രഹിക്കാത്ത ഒരു പക്ഷേ സംഭവിക്കും എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും സാറിൻ്റെ സാന്നിധ്യം ഏറ്റവും സന്തോഷത്തോടെ കാണുന്നു, ഏറ്റവും അഭിമാനത്തോടെ കാണുന്നു. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. കാരണം എതിരൻ കതിരവൻ സാറിൻ്റെ പ്രഭാഷണം, പ്രത്യേകിച്ച് അദ്ദേഹം സംസാരിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്നുള്ളത് നമുക്കറിയാം.
മലയാളം എന്ന ഭാഷയും മിഷണറിമാരും. അപ്പോൾ ഇന്നലെ സാറ് സംസാരിച്ച കഥകളിയെക്കുറിച്ചായിരുന്നു, അതിനുമ്പോൾ മ്യൂസിക്കിനെ കുറിച്ചായിരുന്നു, പിന്നീട് ശരീരത്തിനുള്ളിലെ പ്രത്യേക നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ദശകങ്ങളോളം അമേരിക്കയിൽ ഗവേഷണം നടത്തി പേറ്റന്റ് കിട്ടി. ആ വിഷയത്തെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് സംസാരിച്ചത്. ഒരിടത്ത് നർക്കോട്ടിക്സിനെ കുറിച്ച് സംസാരിച്ചത്, ഒരിടത്ത് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതൊക്കെ വിവിധങ്ങളായ വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ തീർച്ചയായിട്ടും സംഭാവന നൽകിക്കൊണ്ടിരുന്ന സാറ് നമ്മോട് ഇന്ന് ഇവിടെ സംസാരിക്കുന്ന മലയാളം എന്ന ഭാഷയും മിഷണറിമാരും എന്ന വിഷയത്തെ അധികരിച്ചാണ്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരിക്കലും മറക്കാനാകാത്ത ഒരു സംഭവം ആയിരിക്കും അനുഭവമായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഫണ്ടമെന്റൽ നോളജിൽ നിന്നും അപ്ലൈഡ് നോളജിലേക്ക് നമ്മുടെ അറിവുകൾ സംവേദനം പലപ്പോഴും ചെയ്യപ്പെടുന്നില്ലെന്നും യഥാർത്ഥത്തിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇംബൈബ് ചെയ്യാനുള്ളൊരു അടിത്തറ അഥവാ പ്ലാറ്റ്ഫോം നമ്മുടെ രാജ്യത്ത് ഇനി ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്നും പറയുകയുണ്ടായി. ഈ കോളേജ് 81 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പോൾ അതിൻ്റെ വിഷനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നാണ്. പക്ഷേ ഈ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ ഈ വിദ്യാഭ്യാസ വിജയം മനസ്സിലാക്കി 2020-ലാണ്. 1986 ശേഷം 2020-ലാണ് ഇന്ത്യയിലെ സമഗ്രമായ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാകുന്നത്. ഈ പദ്ധതിയുടെ പരമപ്രധാന ലക്ഷ്യം ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നാണ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിരുകൾ തമ്മിൽ, അതായത് വിഷയങ്ങൾ തമ്മിലുള്ള അതിരുകളില്ലാതെ മൾട്ടി ഡിസിപ്ലിൻ ലെവലിൽ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകണം. അതായത് ഫിലോസഫിയും സൈക്കോളജിയും, ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും, ഫിസിക്കൽ സയൻസും സോഷ്യൽ സയൻസും അബ്സ്ട്രാക്ട് സയൻസും പോസിറ്റീവ് സയൻസും നോർമറ്റീവ് സയൻസും എല്ലാം പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഗവേഷണങ്ങളും പഠനങ്ങളിലൂടെ മാത്രമേ അറിവിൻ്റെ ജ്ഞാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ, അറിവിലോട്ട് സംഭാവന ചെയ്യാൻ പറ്റുന്ന വലിയ തിരിച്ചറിവ് നമുക്കിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഏറ്റവും അവസാനം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളൊന്നാണ് കേരളമെന്നും നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കുന്ന ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് കതിരൂർ സാറ്. സാറ് ഇവിടെ എത്തിയിരിക്കുന്ന ഒരുപാട് സന്തോഷം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വിദേശ സർവകലാശാലയിലൊക്കെ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു. ഇന്ത്യയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ വെളിയിലേക്ക് പോയവർ ഒരുപാട് പണവുമായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരുന്നു. പക്ഷേ ഇന്ന് സംഭവിക്കുന്ന ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നില്ലെന്നുള്ള വലിയൊരു അവസ്ഥയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിനെന്താണ് കാരണം? ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ആക്സലറേറ്റിംഗ് ഇഫക്റ്റ് ഇതിനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൂലകഷമായ ചർച്ചകൾ നമുക്ക് നടക്കണം എന്നുള്ളതാണ് അക്കാഡമിക് ലെവലിലെങ്കിലും ഏറ്റവും പരമപ്രധാന സംഗതി. ഏറ്റവും സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ, ഏറ്റവും അഭിമാനത്തോടെ എതിരൻ കതിരൂർ സാറിനെ ഈ മുഖ്യ അതിഥിയായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റാങ്ക് മേടിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു സ്റ്റാർ ആയിരുന്നു അന്ന് ക്യാമ്പസിൽ. പിന്നീട് അങ്ങോട്ട് കുറേ കാലത്തേക്ക് വിവരമൊന്നുമില്ല. പിന്നീട് മേലുകാവ് ഹെൻറി ബക്കർ കോളേജിൽ 1996 ടീച്ചർ ഇവിടെ അധ്യാപികയായിട്ട് ജൂൺ 3 അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ അതിലേറെ എനിക്ക് ബന്ധമുള്ള മറ്റൊന്ന്, ടീച്ചറിൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിജിയും ഞാനും തമ്മിൽ മുരിക്കാശ്ശേരി പൗരാത്മാ കോളേജിൽ ദീർഘകാലം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ജിജിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പൗരാത്മാ കോളേജിൽ ഒന്നിച്ച് അവിടെ താമസിച്ചിരുന്നു, പഠിച്ചിരുന്നു, ഒരുപാട് സംസാരിക്കും, ഒരുപാട് ഞങ്ങൾ ഇതെല്ലാം ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ജിജി അതിനുശേഷം പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറി പ്രിൻസിപ്പലായിട്ട് പിന്നീട് മാറുകയുണ്ടായി. ആ കുടുംബവുമായി എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. ടീച്ചറിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഈ കോളേജിൽ ഒരു ഓൾ ഇൻ ഓളായിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു അധ്യാപികയായിരുന്നു ഡോക്ടർ ബീന പോൾ. കാരണം ഇവിടെ ഹിസ്റ്ററി വകുപ്പ് എന്ന ഒരു വകുപ്പ് തുടങ്ങിയ ശേഷം 2014 ടീച്ചർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ജോയിൻ ചെയ്തത്. 2014 പിന്നീട് 10 PG ബാച്ചുകൾ ഔട്ടായതിൽ 10 റാങ്കുകളോടുകൂടി ഈ കോളേജിൽ സമ്മാനിച്ച് എക്സലൻസ് പ്രൂവ് ചെയ്തു. 10 വർഷത്തെ ബാച്ചിൽ 10 റാങ്കുകൾ ആണ് ഈ കോളേജിനോട് സംഭാവന ചെയ്യുന്നുള്ള ഏറ്റവും പ്രധാന സാധ്യത. ഇത് മാത്രമല്ല, ഒരു ഇന്നവേഷൻ്റെ ഒരു ചാമ്പ്യനായിരുന്നു ടീച്ചർ എന്ന് പലപ്പോഴും. ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നവേഷൻ ഇസ് എ ന്യൂ ചാൻസ്. പലപ്പോഴും അധ്യാപകർക്ക് വേണ്ട ഒന്നാണ് ഇന്നവേഷൻ, ഇൻവെൻറ്റീവ്നെസ്, ന്യൂനെസ്. അത് നമ്മുടെ പ്രവർത്തനത്തിലും ചിന്തയിലും കൊണ്ടുവരിക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ, അവിടെ ഇന്നവേഷൻ കൊണ്ടുവന്ന രീതിയിൽ, ഹെറിറ്റേജ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, ഒരുപക്ഷെ ഓറൽ ഹിസ്റ്ററി ആർക്കൈവ് എന്ന ശാഖയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സമയത്ത് തന്നെ ഓറൽ ഹിസ്റ്ററി ആർക്കൈവ് ഇവിടെ തുടങ്ങാൻ, മാനുസ്ക്രിപ്റ്റ് മാഗസിൻ തുടങ്ങാൻ എന്നുള്ളതിൽ പരം നാക് അക്രഡിറ്റേഷൻ്റെ സമയത്തൊക്കെ അത്ഭുതകരമായ രീതിയിൽ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഏൽപ്പിച്ച ഏതൊരു കൃത്യവും 99% 100%
ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ടീച്ചർ. ഇവിടെ നാക്കിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നു 2 ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു നമ്മുടെ കോളേജിൽ. അതായത് കുറത്തിക്കുടി ആദിവാസി സെറ്റിൽമെൻറ്റ് പോലുള്ള സെറ്റിൽമെൻറ്റിൽ നിന്നും ട്രൈബൽ സ്റ്റുഡൻസിനെ നമ്മൾ പോയി വിളിച്ചുകൊണ്ട് ഇതോട് പഠിപ്പിച്ച് കുറത്തിക്കുടി ആദിവാസി സെറ്റിൽമെൻറ്റ് ആദ്യത്തെ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും ഈ കോളേജിലാണ് പഠിച്ചത്, ട്രൈബ്സ്. അപ്പോൾ അത്രത്തോളം ലെവലിൽ നിന്ന് സംഭാവന ചെയ്യുകയും അവരുടെ ഹോൾസം ഡെവലപ്മെൻറ്റിന് വേണ്ടി ക്രിയാത്മകമായി ഇടപെട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ടീച്ചറിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്നുള്ളതായിരുന്നു ഈ പറയുന്ന നാക്ക് അക്രഡിറ്റേഷൻ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ഞാൻ പ്രത്യേകം വിളിച്ച് ഓർക്കുകയാണ്. സമയം നോക്കാതെ എത്രയോ ദിവസം രാത്രി ഇവിടുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ദിവസം രാത്രി വൈകി പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയമില്ലാത്തതിന് ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഡോക്ടർ ബീന പോളിനെ ഒരുപാട് സ്നേഹത്തോടെ കടപ്പാടോടുകൂടി ഏറ്റവും അഭിമാനത്തോടുകൂടി ഒരു സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഡോണ സെബാസ്റ്റ്യൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അത്തരത്തിൽ വിദ്യാർത്ഥികളെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അവരൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എനിക്കത് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ഒരുപാട് ബുദ്ധി, പ്രത്യേകിച്ച് ഈ കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ സർവ്വസാധാരണക്കാരായ കുട്ടികളാണ് പഠിക്കുന്നത്. അവർക്കൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ പല തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുകയും പ്രത്യേകിച്ച് നാക്ക് അക്രഡിറ്റേഷൻ സമയത്ത് ക്രൈറ്റീരിയ 1 ആയിരുന്നു ടീച്ചർ കൈകാര്യം ചെയ്തത് എൻ്റെ ഓർമ്മ. ക്രൈറ്റീരിയ 1 ഏറ്റവും കരിക്കുലർ ആസ്പെക്ട്സ് ഏറ്റവും പ്രധാനമായ ഒരു മേഖലയാണ് അതിൽ ടീച്ചറിനെ സംബന്ധിച്ച് ഒരുപാട് ഇന്നോവേറ്റീവായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ടെക്നിക്കൽ നോളജ് എനിക്കില്ല സാറേ, അതുകൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനോ കോപ്പി ചെയ്യാനോ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രാഗൽഭ്യമില്ല. അതിന് സഹായിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് ഡോക്ടർ നിഷയൊക്കെയാണ് കൂടെ നിന്ന് മുഴുവൻ സമയം കാര്യം ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യും. എന്തായാലും മുഴുവൻ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി നല്ല രീതിയിൽ ചെയ്യാൻ ടീച്ചർ എന്നും ശ്രദ്ധാലുവായിരുന്നു. ഞാൻ പ്രത്യേകം പ്രതി ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ സർവകലാശാലത്തിൽ ഡോക്ടർ ബീന അപ്പോഴും ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു, PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായിരുന്നു. അതുപോലെ ടീച്ചറും വാലുവേഷൻ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കോളേജിനും യൂണിവേഴ്സിറ്റിയും ഒക്കെ നല്ല രീതിയിലുള്ള സംഭാവന നൽകിയ വ്യക്തിത്വമാണ് പ്രൊഫസർ ഡോണ ടീച്ചറിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കോളേജിൻ്റെ വിവിധങ്ങളായ ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച് 318Bയുടെ 3 ജില്ലകളടങ്ങുന്ന 318B ചാർജാണ് അദ്ദേഹത്തിന്, പ്രോജക്റ്റ് ഓഫീസറാണ് അദ്ദേഹം. എല്ലാ വർഷവും ഈ കോളേജ് അദ്ദേഹമായിട്ട് സഹകരിച്ചുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ഐ ഡൊണേഷൻ ക്യാമ്പ്, ഹെൽത്ത് ക്യാമ്പ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. വിവിധ തലങ്ങളിൽ എപ്പോഴും ലയൺസ് ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോളേജിനോട് ചേർന്ന് പ്രവർത്തിക്കും. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ എന്ന് നേരത്തെ പറയുന്നത് PV സ്ഥാപനങ്ങൾ കുറവുള്ള, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം കുറവുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ലഭിച്ചു. അന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഞാൻ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യവും അതിന് ഈ പ്രദേശത്ത് നിന്ന് കടന്നുപോയ സഭാ നേതൃത്വവും അവരുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇവിടെ ഒരു കോളേജ് നമുക്ക് ലഭിച്ചു. ആദ്യകാലങ്ങളിൽ അന്നത്തെ പ്രത്യേകമായ ചിന്തകൾക്കനുസരിച്ച് ഇവിടെ രണ്ട് പഠനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നടന്നുപോയി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഗ്രാമീണ അന്തരീക്ഷം അങ്ങനെ തന്നെ നിലനിന്നു. കഴിഞ്ഞ തവണ നമുക്ക് ഈ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്നുള്ളത് നമുക്ക് നാക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്നുള്ളതാണ്. അത് വളരെ തിളക്കമാർന്ന ഒരു നേട്ടമായിരുന്നു. അതിനെല്ലാം അതിന് പിന്നിൽ അധ്വാനിച്ച, നേതൃത്വം നൽകിയ പ്രിൻസിപ്പളും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച അധ്യാപകർ, അനധ്യാപകർ, മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ സമയത്ത് ഓർക്കും. അതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമായിരുന്നു. ധാരാളം ആളുകൾ ഇവിടെ മുമ്പ് പഠിച്ചവരും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരും ഇവിടെ വന്ന് കാണുകയും എങ്ങനെയാണ് ഇത് സാധ്യമായി തീർന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ വന്നു പോകുന്നവർ അവരുടെ മനസ്സിൽ ഈ ക്യാമ്പസ് വളരെ പച്ചപിടിച്ച് നിൽക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അന്ന് പഠിച്ചവരെ, അവരുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ക്യാമ്പസൊക്കെ കാണിച്ച് പോകുന്നതും കാണാൻ ഇടയായിട്ട്
ദൈവം നമ്മുടെ ഈ സ്ഥാപനത്തെ ഉയർത്തി. റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയർ ഇന്ന് രാവിലെ നമ്മൾ അനുസ്മരിച്ചു. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിന് പേര് നൽകുവാൻ ഇടയായത് ഞാൻ സമയത്ത് ഓർക്കുന്നു. അതിന് ആ ഒരു ദർശനം ലഭിച്ച അതിൻ്റെ അന്നത്തെ നേതൃത്വം നൽകിയവരെ ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് ദിവസത്തിൽ സ്മരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ അറിവിൻ്റെ വെളിച്ചം ആദ്യം കൊണ്ടുവന്ന ആളാണ് റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയർ. ചരിത്രം ഇങ്ങനെ പറയുന്നു, ഇവിടെയുള്ള ആളുകൾ, ഞങ്ങളുടെ പിതാമഹന്മാർ, അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ആ കാലഘട്ടങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, മുമ്പോട്ട് പോകണമെങ്കിൽ അറിവില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് കോട്ടയത്ത് പോയി, പള്ളത്ത് പോയി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു എന്നാണ് എൻ്റെ ചരിത്രം. ഒരു തവണയല്ല, 2 തവണയല്ല, പലതവണ, 5ഓളം തവണ അവർ പോയി എന്നാണ് എൻ്റെ ചരിത്രം. ഒരുപക്ഷെ എന്നേക്കാൾ അധികമായി അറിവിൻ്റെ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കിയിരുന്നു. അതിനുവേണ്ടി അവരെ ദൃഢപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അദ്ദേഹം ഇവിടെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അത് സഹിച്ചു. നമ്മൾ പറയുന്ന പോലെ ഓടി വന്ന് ഇന്നത്തെ കാണുന്ന സാഹചര്യമൊന്നും വന്ന അല്ല. അന്ന് ഏറ്റുമാനൂർ തുടങ്ങിയുള്ള പ്രദേശങ്ങൾ വരെ കാട്ടാനയും കാട്ടുമൃഗങ്ങളുള്ള ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ധാരാളം ആളുകൾ താമസിച്ചിരുന്നു. അതിനിടയ്ക്കുള്ള വഴികൾ വളരെ ദുർഘടമായിരുന്നു എന്ന് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. അവരുടെ ആ ദർശനം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ഇച്ഛാശക്തി, അറിവ് ഇവിടെ വന്നു. അക്ഷരം പഠിച്ചു. കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും അക്ഷരാഭ്യാസം പോലും ഇല്ലായിരുന്ന അനേക ജനവിഭാഗങ്ങളുള്ളപ്പോൾ ഇവിടെ ഇന്നേക്ക് ഏതാണ്ട് 200 വർഷമില്ലെങ്കിൽ 175 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അന്ന് താമസിച്ചിരുന്ന ആളുകൾ അവർ എഴുത്തും വായനയും പഠിച്ചു. വിദ്യാഭ്യാസം, മിഷണന്മാരുടെ ഒരു പ്രത്യേക സ്വഭാവം, ഒരു വിഭാഗം ജനത്തെ അല്ല അവരെ വിദ്യ അഭ്യസിപ്പിച്ചത്. ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും പ്രയോജനമായ രീതിയിൽ അവർ വിദ്യ നൽകി, അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെയായിരുന്നു എന്ന് അറിയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അത് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും. അതുകൊണ്ട് ഈ ഹെൻറി ബേക്കറിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുവാൻ, അതിൻ്റെ ആനുകാലികമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കാനൊക്കെ ഇപ്രകാരമുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് പ്രിയപ്പെട്ട കതിരൻ സാറിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ കേൾക്കാൻ ഇടയാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം എടുത്തിരിക്കുന്ന, നമുക്ക് നൽകിയിരിക്കുന്ന തീം എന്ന് പറയുന്നത് മലയാളം എന്ന ഭാഷയും മിഷണറിമാരും എന്നുള്ള വിഷയമാണ്. നമ്മളത് കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ആ ഒരു ദൗത്യ നിർവഹണത്തിൽ നമുക്കും ഇനിയും മുമ്പോട്ട് പോകാൻ, ഇതുപോലുള്ള ഇടങ്ങളിൽ വിദ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാൻ, ഇന്ത്യയെ സംബന്ധിച്ച് ഗ്രാമങ്ങൾ വളരെയധികമുള്ള ഈ രാജ്യത്ത് ഗ്രാമങ്ങളുടെ പുരോഗമനത്തിന് അവിടെയുള്ള ജനങ്ങളുടെ വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ, അറിവില്ലെങ്കിൽ, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം എന്നും അധോഗതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൻ്റെ യാതൊരു സംശയമില്ല. നമ്മളുടെ ഈ കേൾവിയും പരിചയമെല്ലാം അത് നമുക്ക് അങ്ങനെ ഒരു ദർശനത്തിലേക്ക് നയിക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ കുറവ് എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും ഓർത്തുണ്ട് എങ്ങനെയാണ് അങ്ങ് സംഭവിക്കുന്നത്. കുട്ടികളുടെ കുറവ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ജനസംഖ്യ വളരെ വർദ്ധിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇത്രയും വർദ്ധിച്ച, അല്ലെങ്കിൽ ലോകത്തിലെ 1-ാം സ്ഥാനം എന്ന് പറയാം. ചൈനയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനയുടെ ഭൂവിസ്തൃതിയുമായിട്ട് അതിന് വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ജനസംഖ്യ എത്രയും ഉണ്ടായിരുന്ന രാജ്യത്ത് എങ്ങനെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ കുറഞ്ഞു പോകുന്നത്? ചൈന പോലും അവരുടെ നയങ്ങൾ തിരുത്തി പോകുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യരാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാനവ വിഭവശേഷി എന്ന പ്രത്യേകമായ ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ച് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ മാനവ വിഭവശേഷി എങ്ങനെ ലോകത്തിനും നമുക്ക് തന്നെ ഗുണകരമാക്കി തീർക്കാം
എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലകളിലൊക്കെയും നമ്മുടെ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും ലോകത്തിന് നല്ല ഒരു ദിശാബോധം നൽകുവാൻ, വളർന്നു വരുന്ന തലമുറയ്ക്ക് ദിശാബോധം നൽകുവാൻ അവരെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും. നമ്മുടെ കോളേജ് ഈ ഒരു ഗ്രാമീണ തനിമ, ഞാൻ ഈ ഗ്രാമീണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ടൗണിലേക്ക് ചെല്ലുമ്പോൾ അതിനൊരു കപടതയുണ്ട്, പട്ടണത്തിന് അതിലൊരു കപടതയുണ്ട്, ഗ്രാമത്തിന് കപടതയില്ല. അതാണ് ഗ്രാമീണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വ്യസനമില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, നമ്മളിലുള്ള നന്മയെ നിലനിർത്താൻ എന്നുള്ള അർത്ഥത്തിലാണ്. ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാൽ അത് പറ്റത്തില്ല, കാരണം അവിടെ കുറേ കാപട്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം കപടമില്ലാതെ ഇവിടെ നിന്ന് കരുത്താർജിച്ചാൽ ടൗണിൽ നമുക്ക് ജീവിക്കാം, അത് നമുക്ക് അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. 2 പ്രാവശ്യം പ്രിൻസിപ്പൽ സാർ എനിക്ക് വാണിംഗ് നൽകി, നീട്ടരുതെന്ന്. എന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം. അനുഗ്രഹ പ്രഭാഷണം എന്നുള്ളതാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്, ഞാൻ ഒന്നും പറയാതെ ഡോക്ടർ യദുരവന് എൻ്റെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം മാത്രം നന്ദിയോടെ ഓർക്കട്ടെ. കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഈ കലാലയത്തിന് പ്രത്യേകിച്ച് അധ്യാപകരായി നേതൃത്വം നൽകിയ ബീന പോളും ഡോണ എന്നീ അധ്യാപകരുടെ സേവനത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അവരെപ്പറ്റി ഓർക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടെ ഡോക്ടർ ഗിരീഷ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ സ്വന്തം കുഞ്ഞുങ്ങളായി കണക്കാക്കിയ അധ്യാപകരായിരുന്നു അവർ. രണ്ടാമതായിട്ട് ഞാൻ കണ്ടത്, അവർ തന്നെ വളരുന്ന ഒരു മാതൃക കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഡോണ ഇവിടെ, ഡോക്ടർ ബീന ഇവിടെ വന്നപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു? ഇല്ല. ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അധ്യാപന കാലത്ത് അവർ ഡോക്ടറേറ്റ് എടുത്തു. ഞാൻ 10-12 വർഷം പ്രവർത്തിച്ചപ്പോൾ എല്ലാ അധ്യാപകരും പറയാം, യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ സെൽഫ്. എൻ്റെ അച്ഛന്മാരോട് ഞാൻ പറയുമായിരുന്നു, സോഷ്യലി റെലവൻറ്റ്, പ്രൊഫഷണലി കോമ്പിറ്റൻറ്റ് ആൻഡ് സ്പിരിച്വലി അലൈവ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഡോണായും അപ്രകാരം ഔദ്യോഗികമായിട്ട് ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യാപികയാണ് എനിക്കറിയാം. മൂന്നാമതായിട്ട് ഞാൻ കണ്ട ഒരു വളരെ മഹത്തായ കാര്യം, ദേ ആർ പ്രൗഡ് അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയട്ടെ. ഒരു മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ചിലപ്പോഴൊക്കെ വളരെ വേദന തോന്നിയിട്ടുണ്ട്. 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒന്ന്, ഈ കോളേജിൽ അധ്യാപനം ചെയ്ത് ജീവിതത്തിൻ്റെ നല്ല മാർഗങ്ങൾ ചേർന്നതിന് ശേഷം ഞാൻ ഹെൻറി ബേക്കർ കോളേജിലാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും പറയാൻ ലജ്ജിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഈ അധ്യാപകർ ഈ കോളേജിനെ പറ്റി അഭിമാനമുള്ളവരായിരുന്നു. അതെന്നും ഉണ്ടായിരിക്കണം, പിരിഞ്ഞാലും ഉണ്ടാവണം എന്ന് ഞാൻ ഓർക്കുന്നു. രണ്ടാമതായിട്ട്, ഒരു കുട്ടി ഈ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ പറഞ്ഞടാ, നീ എന്തിനാ ഈ കോളേജിലേക്ക്, വേറെ നല്ല കോളേജിൽ പോകാൻ മേലെ? ഒരു അധ്യാപിക പറഞ്ഞാൽ ഇപ്രകാരമാണ് നാം കൊടുക്കുന്ന ഒരു പ്രതികരണം. എന്നാൽ ഈ 2 പേരും ഈ കോളേജിനെ പറ്റി അഭിമാനത്തോടു കൂടി പ്രവർത്തിച്ചു. നാം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നാം ചെയ്യുന്ന കാര്യത്തിൽ അഭിമാനമില്ലെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. ഞാനൊരു ബിഷപ്പ് നിലയ്ക്ക് ഈ ഫയർ നോട്ട് ഞാനത് അഹങ്കാരമില്ല, അഭിമാനമില്ല എങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. കോളേജിന് വേണ്ടി ജീവിതം സമർപ്പിച്ച 2 പേരാണ് ഇന്ന് ഇവിടെ വാങ്ങുന്നത്. ഡോക്ടർ ബീന പോൾ, പിന്നെ മിസ് ഡോണ സെബാസ്റ്റ്യൻ. 2 പേരാണ്. അപ്പോൾ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതൊരു മഹാകാര്യമാണ്. അപ്പോൾ അവർ മിക്കവാറും അവരുടെ ജീവിത സാഫല്യം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും അവർ ഈ സൊസൈറ്റിയിൽ ഇവിടെ തന്നെ സമൂഹത്തിന് അവരുടെ വിലയേറിയ സംഭാവനകൾ നൽകും എന്ന് നമുക്ക് തീർച്ചയാക്കാവുന്നതാണ്. അവരിവിടെ വിട്ടു പോകുന്നു, ഈ കോളേജ് വിട്ടു പോകുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ 2 പേർക്ക് ഇവിടെ പറയുകയാണ് നമ്മൾ. ഇതിന് ശേഷം ഡോക്ടർ ബീന പോൾ ആൻഡ് മിസ് ഡോണ സെബാസ്റ്റ്യൻ എൻ്റെ പ്രത്യേക ആദരവുകൾ. അപ്പോൾ അധികം താമസിയാതെ ഞാൻ
എൻ്റെ ഇന്നത്തെ ആ വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വളരെ അന്വർത്ഥമായ ഒരു വിഷയമാണിത്. കാരണം ഇത് ഭാഷയുടെ മണ്ണാണ്. ഈ ബേക്കർ കുടുംബം മൊത്തം ഭാഷയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിറകുടങ്ങളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നെക്കാളും സീനിയർ ബേക്കർ, ഇത് ജൂനിയർ ബേക്കറിൻ്റെ അച്ഛനാണ്. ഫോട്ടോയിൽ കാണുന്ന ജൂനിയർ. ഇവിടെ ഇന്ന് ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചത് മകനാണ്. വേറൊരു മകനുമുണ്ട്. ഈ 3 പേരും ഇവിടെ ജനിച്ചവരാണ്. ഇവർ 2 പേരും ഇവിടെ ജനിച്ചവരാണ്. പക്ഷേ സീനിയർ ഡോക്ടർ ഇവിടെ ജനിച്ചതല്ല. വാസ്തവത്തിൽ ഇവർക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ മരിക്കേണ്ട യാതൊരു കാര്യവുമില്ലാതെ, പക്ഷേ അവരുടെ ജീവിത വീക്ഷണം മറ്റൊന്നായതുകൊണ്ടാണ് ഇവിടെ വന്ന വിദ്യാഭ്യാസത്തിൻ്റെ നെടുന്തൂണുകളായി മാറിയവരാണ് അവർ. 1817 CMS കോളേജ് സ്ഥാപിച്ചതെന്ന് വിചാരിക്കണം. ആദ്യത്തെ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആംഗ്ലിസൈസ്ഡ് അല്ലെങ്കിൽ മോഡേണൈസ്ഡ് കോളേജായിരുന്നു CMS കോളേജ്. അത് വലിയൊരു അഭിമാനത്തിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ സീനിയർ ഹെൻറി ബേക്കറിൻ്റെ ഭാര്യ അമേലിയ ബേക്കർ, അവരും ഒട്ടും പുറകോട്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കർമ്മപദ്ധതികൾ നമ്മൾ സംസ്കാരത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നൽകിയിട്ടുള്ളത് അപാരമായ ചില പ്രത്യേകതകളാണ്. സ്കൂൾ സ്ഥാപിക്കുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. എന്നിവിടെ അച്ഛൻ പറഞ്ഞതുപോലെ ഏത് ജാതി ഏത് മതം എന്ന് നോക്കാതെ വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ ഉന്നതങ്ങളിലെത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ജീവിതോദ്ദേശം. ഈ മണ്ണിൽ അവർ ഇന്ത്യക്കാരല്ല എന്ന് വിചാരിക്കണം. ഈ മണ്ണിൽ അവർ കെട്ടടങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്, ഈ മണ്ണിൽ വിലയിക്കാനാണ് അവർ തീരുമാനിച്ചതെന്ന് ഓർക്കുന്നത്. നമ്മൾക്കത് പറ്റില്ല. നമ്മൾ വേറൊരു മണ്ണിൽ പോയി ഇങ്ങനെ നമ്മൾ വേറൊരു മണ്ണിൽ പോയി ജോലി ചെയ്യും. പക്ഷേ അവിടെ പോയി ആ മണ്ണിൽ വിലയിക്കാൻ നമ്മൾ തയ്യാറാവുമോ? സംശയമാണ്. പക്ഷേ ഇങ്ങനെ മഹാന്മാർ വെട്ടിത്തെളിച്ച വഴിയിലാണിത്. ഇതൊരു കാനനപാതയായിരുന്നു എന്നുള്ളത് അറിയാം. അതിമനോഹരമായ ഇലവേഴ പൂഞ്ചിറ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ മനോഹരമായ ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു 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 സരസ്വതി ക്ഷേത്രം തന്നെ നിർമ്മിക്കുവാൻ ഇതിന് തോന്നിയ മാനേജ്മെൻറ്റിനോട് പ്രത്യേകം എൻ്റെ ആദരവുകൾ അർപ്പിക്കുന്നു. അതിന് താമസിയാതെ ഞാൻ എൻ്റെ ഈ വിഷയം എടുക്കാമെന്ന് വെച്ചാൽ ഇത് മലയാള ഭാഷയെക്കുറിച്ചാണ്. മലയാള ഭാഷ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മലയാള ഭാഷ ഇവരുടേത് കൂടിയാണ്, ബേക്കർ കുടുംബത്തിൻ്റേത് കൂടിയാണ്. അതിലേക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആധുനിക മലയാളത്തിൻ്റെ നിർമ്മിതിയുടെ പുറകിൽ ബേക്കർ കുടുംബത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. പേരിട്ടതല്ല, അതിനെ മലയാളം എന്ന് വിളിക്കണമെന്ന് എന്നും ശഠിച്ചിരുന്ന ആളായിരുന്നു ഹെൻറി ബേക്കർ സീനിയർ. അന്ന് വരെ ഭാഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ മലയാളം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും കണക്ക് ഭാഷ എന്നാണ് പറഞ്ഞിരുന്നത്, മലയാളം എന്നല്ല. മലയാളം എന്നുള്ള വാക്ക് പാഠ്യപദ്ധതിയിൽ ഉപയോഗിച്ചിരുന്നില്ല. ഭാഷ എന്നാണ് മലയാളത്തിന് പറയാറ്. ഏത് ഭാഷ? ഇന്ന് നിങ്ങൾക്കറിയാം ഭാഷ എന്ന് വെച്ചാൽ അതും ലാംഗ്വേജാണ്. നിങ്ങൾ പറയും ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട്, ഇന്ത്യ സോ മെനി ലാംഗ്വേജസ്. പക്ഷേ നമ്മൾ മലയാളികൾ ഭാഷ എന്ന് വിവക്ഷിച്ചിരുന്നത് മലയാളത്തിനെയായിരുന്നു. അതിനെ മാറ്റി മലയാളത്തിൻ്റെ ഈ പേര് നിജപ്പെടുത്തിയത് സാക്ഷാൽ ഹെൻറി ബേക്കർ സീനിയർ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര നിയോഗം. അതാണ് സത്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പര്യാലോചിക്കാൻ പോകുന്നത്. മലയാളം എന്ന ഭാഷയും മിഷനറിമാരും ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന മലയാളം ഇവരുടെ സംഭാവന കൂടിയാണ്. മലയാളികൾ അല്ലാത്തവരുടെ സംഭാവന കൂടിയാണ്. കേരളത്തിൽ ജനിച്ചിട്ടേ ഇല്ലാത്തവരുടെ സംഭാവന കൂടിയാണ് ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന മലയാള ഭാഷ എന്നുള്ളത്. അത്യത്ഭുതകരമാണ്. വേറൊരു നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് അതിൽ വ്യുൽപ്പത്തി നേടി അതിനെ മാറ്റിമറിച്ചിന് പുതുമ നൽകിയ മഹാരഥന്മാർ, അവരുടെ വീക്ഷണം, ഇതെല്ലാം ഒരു വീക്ഷണം അല്ലെങ്കിൽ അത് ഡിസ്റ്റന്റ് തിങ്കിങ്, അങ്ങനെയാണ് നമ്മൾക്ക് ഇന്നത്തെ മലയാളം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാളം നമ്മൾക്കറിയാവുന്ന ഒരു പ്രധാന പാട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന മലയാള പാട്ടാണ്. പക്ഷേ എഴുതിയത് സമയമാരുടെ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അത് സിനിമയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ? സമയ രഥത്തിൽ
Hello? Yes. In Swanisam. അതാണ് സ്പിരിറ്റ്. യെസ്. ഇത് മലയാളി എഴുതാല്ല അറിയാമോ? ഒരു ജർമ്മൻ മിഷണറി എഴുതിയാണ്. വിചാരിക്കാൻ വയ്യ. പലരും വിചാരിക്കുന്നത് ഇത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദേവരാജൻ ഒന്നാന്തരമായ സംഗീതം കൊടുത്തിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് ഇത് വയലാർ എഴുതിയതാണ്. സിംബിക്കതല്ല. വി നേഗൽ, ബിഷപ്പ് നേഗൽ 1893 എഴുതിയ ഒരു കീർത്തനമാണ് ഇത്. ഇത് സിനിമയിൽ സ്വല്പം ഒരു വിഷാദ ഛവി കലർത്തിയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പ്രാർത്ഥനാ ഗീതമാണ്. പണ്ട് കാലത്ത് ഞാനിപ്പോൾ കുട്ടികളായിരുന്നപ്പോൾ പള്ളിയിൽ നിന്ന് കേട്ടിരുന്ന മറ്റൊരു പാട്ടുണ്ടായിരുന്നു. മനമേ പക്ഷി ഗണങ്ങൾ നിത പാടുന്നു ഗീതങ്ങൾ. നാഥ കവിതയാണ്. അത് ഒരു മലയാളി എഴുതിയതല്ല. മലയാളം പഠിച്ച മിഷണറിമാർ എഴുതിയ പാട്ടുകളാണ്. അത് AP കോമള പാടി കാലത്ത് ഒരുപാട് വിറ്റുപോയതുമാണ്. ഇത് രണ്ട് പാട്ടുകളും നമുക്കറിയാം. സമയമാനസത്തിൽ നമ്മൾ അരിഞ്ഞു ചേർന്നൊരു പാട്ടാണ്. അവിടെയാണ് മിഷണറിമാരുടെ മലയാളത്തിനോടുള്ള സ്നേഹാദരവ്, അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള സമർപ്പണം നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ബേക്കർ കുടുംബം അവർ നമ്മുടെ ചെറിയ ഞാനിവിടെ ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹെൻറി ബേക്കറിൻ്റെ കുടുംബം, ഭാര്യ ഇസബൽ അമേലിയ ബേക്കർ, ഒപ്പമുണ്ട് കോട്ടയത്ത് വിദ്യാഭ്യാസം നൽകിയ സംഭാവനകളാണ് ചരിത്ര പ്രസിദ്ധം. നിങ്ങൾ പുറകിലിരിക്കുന്നവർക്ക് ഇത് കാണാമോ? കാണാൻ വയ്യ, സോറി. നിങ്ങൾ സ്വല്പം ഒന്ന് പൊങ്ങി നോക്കേണ്ടി വരും എന്നുള്ളതാണ്. യെസ്, സോറി അബൌട്ട് ദാറ്റ്. അച്ചടിയും അപ്പം മിഷണറിമാരാണ് ഈ ഗദ്യം നമുക്ക് സംഭാവന ചെയ്തത്. അച്ചടിയും പാഠപുസ്തകങ്ങളും 1921 കോട്ടയത്ത് CMS അച്ചടിശാല സ്ഥാപിച്ചതോടെ മലയാളത്തിൽ ഗദ്യകൃതികളുടെ പ്രവാഹം ആരംഭിച്ചു. മലയാളത്തിൽ അന്ന് വരെ ഗദ്യം, പ്രോസ് അച്ചടിക്കപ്പെടുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കവിതകൾ, പദ്യങ്ങൾ, ശ്ലോകങ്ങൾ, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത അല്ലെങ്കിൽ ഇതുപോലത്തെ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ പാഠ്യ രീതിയിലുള്ളത് മാത്രം നമുക്ക് ലഭിച്ചിരുന്നിടത്താണ് വൻ മാറ്റത്തോടെ ഇങ്ങനെയൊരു വിപ്ലവം വന്ന് ഭവിച്ചു എന്നുള്ളതാണ് സത്യം. ബേക്കറും സഹപ്രവർത്തകരും ചേർന്ന പാഠപുസ്തകങ്ങൾ, മതപരമായ ഗ്രന്ഥങ്ങൾ എന്നിവ ലളിതമായ ഗദ്യരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഗദ്യരൂപത്തിൽ എന്നുള്ളതിനൊരു അടിവരയിടേണ്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വലിയ മാറ്റങ്ങളാണ് ഇവർ നടത്തിയത്. കോട്ടയം പഴയ സെമിനാറിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കും, കുട്ടികൾക്ക് വായിക്കാൻ പാകത്തിലുള്ള ഗദ്യശൈലി വികസിപ്പിക്കുകയുമായിരുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മലയാളത്തിൽ നിന്നുള്ള മുഖമാകുകയാണ്. അത് കവിതയാണ്, പറച്ചിൽ അതിഭംഗിയോടെ പറയാന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. പറയാനുള്ള കാര്യം വളരെ സ്പെസിഫിക്കായിട്ടും കൃത്യമായിട്ടും ക്രിസ്പ് എന്ന മലയാളം വാക്ക് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്ന പോലെ ക്രിസ്പായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ദഹിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അല്ലാതെ അതിന് ചമത്കാരമോ ചാരുതയോ കലർത്തുക എന്നുള്ളത് ഒരിക്കലും ഉദ്ദേശിക്കപ്പെട്ടില്ല. അത് അവർ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം മിഷണറിമാരുടെ ഇടപെടലുകൾ നോക്കുകയാണെങ്കിൽ ശാസനങ്ങളിലെ ഭാഷ, നേരത്തെ പറഞ്ഞ തരിശാപ്പള്ളി ശാസനം, വാഴപ്പള്ളി ശാസനം, ഇതിലൊക്കെയുള്ള തമിഴ് കലർന്ന മലയാളം അപ്പാടെ മാറുകയാണ്. പദ്യശൈലിയിൽ കുടികൊള്ളുന്ന ഗദ്യം പാശ്ചാത്യ സ്വാധീനത്താൽ മാറപ്പെടുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാശ്ചാത്യ സ്വാധീനത്താൽ നമ്മൾ ഇന്ന് എഴുതുന്ന മലയാളം പാശ്ചാത്യ സ്വാധീനത്താലും ഉണ്ടായതാണ്. ഇവിടെ നടന്ന ഈ അലങ്കോലങ്ങൾ, ഇവിടെ നടന്ന ഈ ഭാഷാ കലാപങ്ങളാൽ പാശ്ചാത്യ ആശയങ്ങൾ വന്നു കയറുന്നു സാഹിത്യത്തിലും പെരുമാറ്റങ്ങളിലും. അത് കൃത്യമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഇന്ദുലേഖ എന്നുള്ള ആദ്യത്തെ നോവലാണ്. അതിലെ കഥാപാത്രം, പ്രത്യേകിച്ചും അതിലെ കഥാനായിക പാശ്ചാത്യ ആശയങ്ങളിലാണ് സംവദിക്കുന്നത്. അതിലെ തൻ്റെ പ്രതിശ്രുത വരനുമായിട്ട് തർക്കത്തിലേർപ്പെടുന്ന പാശ്ചാത്യ ആശയങ്ങളിൽ കൂടിയാണെന്നുള്ളത് അത് കൃത്യമായിട്ടോ ചന്തുമേനോൻ രചിച്ചാണ്. അത് ഒരു മിഷണറിയോ ഒരു ക്രിസ്ത്യാനിയോ എഴുതിയതല്ല ഇന്ദുലേഖ. അത് മുഴുവൻ സവർണരുടെ കഥ കൂടിയാണ്. പക്ഷേ ഒരു പാശ്ചാത്യ ലോകമാണ് ഇന്ദുലേഖയുടെ വരികൾക്കിടയിൽ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഒരു പാശ്ചാത്യ ആശയങ്ങൾ നിബന്ധിച്ചിരിക്കുന്ന ഒരു ആഖ്യാനമാണ് ഇന്ദുലേഖയിലുള്ളത്. അതിലെ ഇന്ദുലേഖ തന്നെ പ്രധാന ക്യാരക്ടറായ പ്രധാന നായിക ഇന്ദുലേഖ തന്നെ പാശ്ചാത്യ ആശയങ്ങളിലും കൂടിയാണ് തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. അത് ഒരു വൻമാറ്റമാണ്. മലയാള സാഹിത്യം അപ്പാടെ മാറുകയാണ്. പുതിയ നവനവോന്മേഷശാലിനി എന്നാണ് പറഞ്ഞ പ്രജ്ഞ, നവനവോന്മേഷശാലിനി എന്ന് പറഞ്ഞതുപോലെ മാറപ്പെടുകയാണെന്നുള്ളതാണ്. പത്രമാസികൾ, പാഠപുസ്തകങ്ങൾ ഇവയിലൂടെ പാശ്ചാത്യ പരിഷ്കൃതികൾ പൊതുസമൂഹത്തിലേക്ക് എത്തപ്പെടുകയാണ്. അതോടെ ഇന്നത്തെ മലയാളം രൂപപ്പെടുത്തൽ വൻ സ്വാധീനം
പാതിരി മലയാളത്തിനോട് ആദ്യം നമ്മൾ നികൃഷ്ടമെന്ന് വിചാരിച്ച് എന്ന് വിളിച്ചിരുന്ന ഇകഴ്ത്തിയിരുന്ന പാതിരി മലയാളത്തിൽ നിന്നാണ് ഇന്നത്തെ മലയാള ഗദ്യം ഒരു ഭാഗികമായെങ്കിലും ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എവിടെയാണ് അതിൻ്റെ ഭാഷകൾ വരുന്നത്? എവിടെയാണ് അതിൻ്റെ കേന്ദ്രങ്ങൾ? നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ, കോട്ടയം, രാമപുരം, അല്ലെങ്കിൽ പള്ളുരുത്തിയം, കേരളത്തെ ഇവിടെ നിന്നൊക്കെയാണ് ആധുനിക മലയാളം. നമ്മളത് വടക്കര സമ്മതിച്ചല്ല. തൃശ്ശൂരുകാരും തൃശ്ശൂരിന് വടക്കോട്ടുള്ളവർ പറയുന്നത് ഭാഷ ഞങ്ങൾ രൂപീകരിച്ചാൽ നിങ്ങളെന്താ നിങ്ങളുടെയാണ് ഭാഷ അല്ല. കോട്ടയം, രാമപുരം ഒക്കെ ആയിട്ട് വികസിച്ച് വന്ന ഭാഷയാണ് നമ്മുടെ മലയാളം എന്നുള്ളത്. നമ്മൾ കൈയടിക്കുവിൻ മക്കളെ. ഇത് നമ്മുടെ ഭാഷയാണ്. നമ്മൾ ഈ കോട്ടയം രാമപുരത്തുകാരുടെ ഭാഷയാണ് പിന്നീട് ഗദ്യസാഹിത്യത്തിൽ വികസിച്ച് വന്നെന്നുള്ളതാണ് സത്യം. CMS പ്രസ്ഥാനം, ബെയ്ലി ബേക്കർ, ടിറ്റ് എന്നിവരിലൊക്കെ മലയാളം എന്ന വ്യാപകമാക്കി ഹെൻറി ബേക്കർ അത് ഉറപ്പിച്ചെടുത്ത്. ഇവിടെയാണ് CMS പ്രസ്ഥാനത്തിൻ്റെ കാതൽ, ഇവിടെയാണ് അതിൻ്റെ സാങ്കത്യം. ചരിത്രം നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു അവസരമാണ്. ഓക്കെ, ഇതിൻ്റെ കൗതുകം, മലയാളം വ്യവഹാര ഭാഷയെ ഉറപ്പിച്ചെടുത്തത് മലയാളിയല്ല എന്നുള്ളത് മിഷനറിമാരാണ്. അവർ മലയാളികളായിരുന്നില്ല. മലയാളം എന്നുള്ള വാക്കുറപ്പിച്ചെടുത്ത് ഒന്നെങ്കിൽ ഹെർമൻ ഗുണ്ടസാണ്, അല്ലെങ്കിൽ ഹെൻറി ബേക്കറാണ്. നമ്മളല്ല എന്നുള്ള ഓർക്കുക. നമ്മുടെ ഭാഷയാണോ മലയാളം? നമ്മുടെ ഭാഷയാണ് മലയാളം. പക്ഷേ ഇവരാണ് ഇത് നമ്മുടെ ഭാഷയാക്കി മാറ്റിയതെന്നുള്ളത് വിസ്മയകരമാണ്. അത് ഓർക്കാനുള്ളൊരു വേളയാണ് ഇത്. താങ്ക് യു. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയമുണ്ടോ എന്നറിയാൻ വയ്യ. നമ്മുടെ പ്രിൻസിപ്പൽ സാറ് തീരുമാനിക്കുന്നതാണ് സമയമുണ്ടോ എന്നുള്ളത്. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ മൈക്കോ. ഞങ്ങൾക്ക് പോലും അറിയാതിരുന്ന ചില ചരിത്ര വസ്തുതകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് മുമ്പൊരു കൗതുകം എനിക്ക് തോന്നിയത് ഈ എതിരൻ കതിരവൻ എന്നുള്ള പേരിലൂടെയാണ് ഞാനത് വായിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ജനറ്റിക്സ് എന്താ? അതെല്ലാവരും ചോദിക്കും ചോദ്യം. അത് വലിയ രഹസ്യമൊന്നുമില്ല. എതിരൻ കതിരവൻ എന്നുള്ള പേര് പെരുന്ന അമ്പലത്തിലെ 12ാം നൂറ്റാണ്ടിലെ ഒരു ശാസനമുണ്ട്. നമ്മൾ ശാസനങ്ങളെ സംസാരിച്ചു. ആ ശാസനത്തിലുള്ള ഒരു പേരാണ്. അത് ഞങ്ങളുടെ തായ്വഴിയിലുള്ള ഒരു പേരാണെന്നാണ് വിശ്വാസം. ഞാൻ ബ്ലോഗ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള പേരെടുക്കണമെന്നാണ് ബ്ലോഗ് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച ആൾ, തൃശ്ശൂരുകാരൻ സിബു ജോണി. ഈ വരമൊഴി, ഇപ്പം മലയാളം വരുന്ന വരമൊഴി കണ്ടുപിടിച്ച ആൾ സിബു എന്നോട് പറഞ്ഞു, വിശാല മനസ്കെന്നൊക്കെയുള്ള പേര് കത്തിക്കയറുന്ന സാധനമാണ്, ഒറിജിനൽ പേരും കൊണ്ട് വന്നേക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എളുപ്പത്തിൽ തോന്നുന്ന കൗതുകകരമായ പേരാണ്, ഞങ്ങളുടെ തായ്വഴിയിലുള്ളതെന്നാണ് ശ്രീധര മേനോനും ഇളങ്കുളം കുഞ്ഞമ്പിള്ളയും അവരുടെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഞങ്ങളുടെ അമ്മയുടെ വീട്ടുപേരായ തറവാട്ടുപേരായ ഞാവക്കാട്ട് എന്നത് ഈ ശാസനത്തിലുണ്ട്. അതുകൊണ്ട് എതിരൻ കതിരവൻ ഞങ്ങളുടെ തായ്വഴിയിലുള്ള അക്കാലത്ത് ഞങ്ങൾക്ക് രാജഭരണം, മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നതുവരെ ഞങ്ങൾക്ക് രാജഭരണം ഉണ്ടായിരുന്ന നാടുവാഴികളായിരുന്നു എന്നാണ് ചരിത്രം. അപ്പോൾ ആ ലീനിയേജിലുള്ള ഒരു നാടുവാഴിയാണ് ഇദ്ദേഹം. തിരുവമ്മണ്ടൂർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോട്ടയത്തടുത്തൊരു തിരുവമ്മണ്ടൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ അമ്പലത്തിലെ ശാസനത്തിലുമുണ്ട് എതിരൻ കതിരവൻ. അപ്പോൾ ക്യൂട്ടായിട്ടുള്ളൊരു പേര് എടുത്തു എന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് മറന്നു പോവുകയില്ല. എൻ്റെ പേര് സതീഷ് ചന്ദ്രൻ എന്നായിരുന്നു. ഞാനും ഓർക്കും ഏത് സതീഷ് ചന്ദ്രൻ, വേറെ 8 പേരുണ്ടെന്ന് പറയും. സതീഷ് ചന്ദ്രൻ അല്ല എൻ്റെ പേര്, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് എതിരൻ കതിരവൻ എന്നുള്ളത് നല്ല പേരല്ലേ? താങ്ക് യു. സംസ്കൃതം മലയാളത്തെ വിഴുങ്ങാൻ ശ്രമിക്കുകയും മജോറിറ്റി വാക്കുകളും സംസ്കൃതത്തിൻ്റെ വാക്കുകളും മലയാളത്തിൽ കടന്നു കയറിയും അതിനൊരു പിടുത്തം വിട്ട് അതിനെ മലയാള ഭാഷയ്ക്ക് സ്വത്വം നൽകാൻ വേണ്ടി ഈ കവിത്രയങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി. ഇത്രത്തോളം അത് ഇന്റർലിങ്ക്ഡ് ആയിരുന്നു. ചോദ്യം അതാണ്, സംസ്കൃതം വന്ന് മലയാളത്തെ വിഴുങ്ങിയെന്നുള്ളത്. ഈ വിഴുങ്ങിയെന്നുള്ള പ്രയോഗം അത്ര ശരിയാണ്. കാരണം ഭാഷകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിൽ കൂടിയാണ് എല്ലാ ഭാഷകളും പരിണമിച്ചു എന്നുള്ളതാണ്. ഭാഷകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം, നമുക്ക് നേരത്തെ പറഞ്ഞാൽ കുമ്പസാരം നമ്മുടെ വാക്കല്ല, കുമ്പസാരം പോർച്ചുഗീസാണ്. ലാറ്റിൻ വാക്കുകൾ നമുക്കുണ്ട്, സ്പാനിഷ് വാക്കുകൾ. മേശ നമ്മളെന്ന് പറയുന്ന വാക്കാണ്. മേശ നമ്മുടെ മലയാളമല്ല, അറിയാമല്ലോ. യെസ്. കസേര മലയാളമല്ല, ദേശീയ കസേരയൊന്നും മലയാളമല്ല. എനിവേ, ഭാഷകൾ അങ്ങനെ. സംസ്കൃതം നമുക്ക് 4ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് സംസ്കൃതം വളരെ സ്വായത്തമായിരുന്നു എന്നുള്ള സത്യമാണ്.
സംസ്കൃതം ഒരുപാട് കലർന്നാണ് മലയാള ഭാഷ വികസിച്ചത്. അത് തമിഴിനോട് സംസ്കൃതം ചേർന്നാണ് മലയാളം വികസിച്ചതെന്നുള്ളവരുടെ ആ വാദം ഇപ്പോൾ തള്ളിക്കളയപ്പെടുകയാണ്. പണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ധാരാളം സംസ്കൃതം സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. കാരണം ഞാനിത് പറഞ്ഞില്ലെന്നുള്ള ഭഗവത്ഗീത ആദ്യമായിട്ട് മലയാളത്തിലാക്കി ഇന്ത്യയിൽ നമ്മൾ മലയാളികളാണ് മലയാളത്തിലേക്ക് നയിച്ചത്. സംസ്കൃതം നമുക്ക് പണ്ടേ അറിയാമായിരുന്നുള്ളൂ. ആദ്യകാലത്തെ മലയാള അധ്യാപകനാണ്. ഈ മലയാള അധ്യാപകൻ എന്ന നിലയിൽ എതിരൻ കതിരവൻ സാറിനോട്, എതിരൻ കതിരവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എതിരില്ലാത്തവനാണ് എതിരൻ കതിരവൻ എന്നാൽ സൂര്യനാണ്, എതിരില്ലാത്ത സൂര്യനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് പങ്കുവച്ചതിന്, വിശേഷിച്ചും ഹെൻറി ബേക്കർ കോളേജ് ജൂനിയറിൻ്റെ പേരിലുള്ള ഈ കോളേജിൽ, ആ കോളേജിന് ഈ പേര് നൽകിയ R.D. വർഗീസ് സാർ, ഈ കോളേജിൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ അധ്യാപകരുടെയും ഇവിടെ പഠിച്ച മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ഞാൻ ഒരു കൃതജ്ഞത അർപ്പിക്കുകയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ സ്വയം ചെയ്യുന്ന ഒരു ആ കുറ്റബോധത്തിൽ നിന്ന് ഞാൻ ഒഴിവാകാൻ വേണ്ടി പറയുന്നതും കൂടിയാണ്. ഗിരീഷ് സാറ് പറഞ്ഞ ഒരു കാര്യം അതും കൂടെ പറഞ്ഞ് പരാമർശിച്ച് പോകണം. മലയാളത്തെ വിഴുങ്ങുകയല്ല, മലയാളത്തെ സമ്പന്നമാക്കി എന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സംസ്കൃതം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മുഖമേ ഉണ്ടാവുകയില്ല. മുഖം സംസ്കൃതമാണ്. നഖം ഉണ്ടാവുകയില്ല, നഖം സംസ്കൃതമാണ്. അപ്പോൾ അടിമുടി മലയാളത്തെ നവീകരിച്ച് സുന്ദരമാക്കിയത് സംസ്കൃത ഭാഷയാണ്. ആ ഭാഷ നോക്കൂ, ഈ സംസ്കൃതം ഇല്ലായിരുന്നെങ്കിൽ മുഖത്തിന് പകരം നമ്മൾ മുഞ്ഞി എന്ന് പറഞ്ഞേനെ. തമിഴർ പറയുന്നത് എന്താന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നഖത്തിന് പകരം നഗര് എന്ന് പറഞ്ഞേനെ. എന്താ പറയുന്നത് നഖത്തിന്? നഖം അല്ലെങ്കിൽ എന്ത് പറയും? അറിയത്തില്ല. മുഖത്തിന് പകരം മുഞ്ഞി, മോന്തായം എന്നൊക്കെയല്ലേ പറയുള്ളൂ. അപ്പൊ ഇത്ര ഈ സാറ് പറഞ്ഞതിന്റെ പ്രധാന കാര്യം, കുമ്പസാരം മുതലുള്ള ഇങ്ങനത്തെ പദങ്ങൾ പറഞ്ഞത് എല്ലാ ഭാഷകളിൽ നിന്നും കടമെടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച് സമ്പന്നമായൊരു ഭാഷയാണ്. അതിൽ ഈ മിഷണറിമാരാണ് നമുക്ക് ഭാഷയ്ക്ക് ഒരു വ്യക്തിത്വം, അസ്തിത്വം, നാമം പോലും നൽകിയത് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരു വലിയ കയ്യടി അദ്ദേഹത്തിനും. ഇത് അദ്ദേഹത്തെ ക്ഷണിച്ചതിന് പ്രിൻസിപ്പൽ അടക്കമുള്ള എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കും. To kindly come forward and honor the chief guest Dr. Ediran Kadiravan with a ponnada as a token of our deep respect and gratitude. For receiving our heartfelt appreciation and respect. Gather here today, we are assembled on this meaningful occasion to honor and bid farewell, though with immense gratitude, to a teacher whose life has been a lesson in dedication, discipline, and dignity. Today, on the occasion of the retirement function of Dr. Beena Paul, we pause not to mark an end, but to honor the completion of a luminous and inspiring chapter in the academic life of the Henry Baker College, Melgaon. Her academic journey began with distinctions and promise. She secured the third group highest mark in the Idukki district during pre-degree studies, an early indicator of the scholarly heights she was destined to reach. Her academic excellence continued with a first rank in BA History from Newman College. This achievement was not merely a rank, but the foundation of a lifelong commitment to historical inquiry. She went on to pursue her MA in History at the University of Calicut, securing the 4th rank, and later completed her MPhil with an A grade, demonstrating both intellectual depth and methodological precision. Guided by the eminent historian Dr. K.K.N. Kurup,
former VC of the University of Calicut, Dr. Beena Paul undertook significant research ventures, including the prestigious Kudali Grandavari Research Project and the UGC Major Research Project, contributing meaningfully to the enrichment of historical scholarship. On 3rd June 1996, Dr. Beena Paul joined Henry Becker College, Melgaon as an assistant professor of history. What followed was not just a career, but a lifelong association built on commitment, loyalty, and service. Over nearly 3 decades, she grew alongside the institution, shaping generations of students, strengthening the academic culture of the college. Her scholarly journey reached a defining milestone in 2014 when she was awarded her PhD by Sri Shankaracharya University of Sanskrit, Kaladi, under the guidance of Professor Dr. M.T. Narayanan. Beyond the classroom, Dr. Beena Paul served both the college and university with exceptional integrity. Her role in safeguarding the sanctity of the evaluation system remains one of her most enduring contributions. Within the college, she served in several administrative capacities. As the director of the Youth Red Cross Unit, she instilled compassion and social responsibility among students. She also played a crucial role in initiating academic collaborations and MOUs with the neighboring institutions and fostering a spirit of cooperation and shared intellectual growth. The Alumni Association of the Department of History stands as the only actively functioning departmental alumni organization, and this itself is a remarkable achievement that reflects the great effort and commitment of Dr. Beena Paul. In 2019, she was recognized as a research guide at Assumption College, Changanasheri, and in 2023, she brought her guideship to Henry Becker College, Melgaon, where she now mentors 2 research scholars, guiding them with scholarly insights. Behind this remarkable academic life stands a family that has been her strongest support system. Dr. Beena Paul is blessed with a loving husband, Mr. Gigi George, a retired principal, whose encouragement and understanding have been her constant strength. Together, they have raised 3 accomplished daughters, Maria, Teresa, and Elsa, who reflects the values of excellence, humility, and grace that define their parents. As Associate Professor and Head of the PG and Research Department of History, Dr. Beena Paul has embodied the true spirit of a teacher, firm yet compassionate, scholarly yet humane. She has taught us that education is not merely the transmission of knowledge, but the shaping of character. Today, as we step into a well-earned retirement, we express our deepest gratitude for her 30 years of devoted service, her unwavering integrity, and her immeasurable contribution to Henry Becker College. Associate Professor and Head of the Department of English, we reflect with deep appreciation on her remarkable 32 years of dedicated service. Over the course of her distinguished career, she has illuminated the academic journeys of generations of students, truly reflecting the spirit of the institution's motto, from darkness into marvelous light. At this juncture, it is fitting to briefly recall Ms. Donna Sebastian's personal background and academic accomplishments. She hails from the esteemed Mukundanderil family and is a daughter of late Professor M.M. Sebastian, an eminent professor of zoology at SB College, Changanasheri, and Mrs. Cicely Sebastian. Her early education was at Cloney Convent School, Changanasheri, Carmel Higher Secondary School, Trivandrum, and Christi Jyoti Higher Secondary School, Changanasheri. She completed her bachelor's degree in English from Assumption College, Changanasheri, and her master's degree from SB College, Changanasheri, securing the 5th rank in the university examinations and emerging as a university topper in the history of English language. She later obtained her B.Ed from NSS Training College, Changanasheri. She is married to the respected Whitehead family. Her husband, Mr. P.T. Matthew, served as a labor officer at Malangara Estate. Her daughter, Miss Dia Matthew, is an assistant professor at Nirmala College, Muatura,
and is married to Mr. Thompson Sunny, an electrical engineer at Carborundum Limited. Our manager, Bishop Right Reverend V.S. Francis Tirumeni, to hand over the memento to Beena ma'am. May I now request Ms. Donna Sebastian, Head of the Department of English, whose commitment to education and the college as a whole, to kindly step forward to accept the Pannada and memento as a token of our affection and gratitude. I invite our principal, Professor Dr. Girish Kumar Jinis, to honor our Donna ma'am with Pannada. Now I invite our manager, Bishop Right Reverend V.S. Francis Tirumeni, to hand over the memento to Donna ma'am. സംസാരം അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതിലുപരി ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് തന്നെ കുറേ സമയമായി, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരു സ്ഥലമാണ് ഈ ക്യാമ്പസ്. പ്രിയപ്പെട്ട ബീന മിസ്സും ഡോണ മിസ്സും ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഞാനിവിടെ ഈ കോളേജിലെ ഹിസ്റ്ററി ബാച്ചിലെ ഫസ്റ്റ് ബാച്ചിലെ വിദ്യാർത്ഥിയായി 30 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടത് ഹിസ്റ്ററി അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ്. ഈ കോളേജിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി വളരെ കൃത്യമായി റെഗുലറായി എല്ലാ ജനുവരി 26-നും ഞങ്ങൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ അലുമിനി അസോസിയേഷനിലൂടെ കൂടാറ്. അത് വലിയ അഭിമാനബോധത്തോടുകൂടിയാണ് ഞങ്ങൾ എപ്പോഴും കാണാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം, ഈ കോളേജിലേക്ക് കടന്നു വന്ന പല ചടങ്ങുകളിലും അതിനേക്കാളൊക്കെ ഉപരി ഇന്നുണ്ടായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ പഠിച്ച ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകർ, ഒരുപാട് അധ്യാപകർ, ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല, അവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം നടത്താനുള്ള ഒരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 1998-ൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ നിന്നും LLB ബിരുദമെടുത്ത് ഈരാറ്റുപേട്ട, പാലാ, കോട്ടയം കോടതികളിൽ പ്രാക്ടീസ് ചെയ്ത് വരവേ ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറായും നഗരസഭാ കൗൺസിലറായും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമൊക്കെയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള ഒരു നഗര ഭരണ സംവിധാനത്തിൻ്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ഭാരിച്ചമുള്ള ഒരു ഉത്തരവാദിത്തത്തിലാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഈ എളിയ സഹോദരൻ, നിങ്ങളുടെ വിദ്യാർത്ഥി, നിങ്ങളുടെ കൂടപ്പിറപ്പായി കണ്ടുകൊണ്ട് എനിക്കുണ്ടാവണമെന്ന ഈ അവസരത്തിൽ താഴ്മയായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിവിടെ റിട്ടയർ ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട ബീന മിസ്സിന്, ഡോണ മിസ്, ഞങ്ങൾ അലുമിനി അസോസിയേഷൻ്റെ ഒരു ഗംഭീരമായ ഒരു റിട്ടയർമെൻറ്റ് പ്രോഗ്രാം കഴിഞ്ഞ മാസം ഇവിടെ നൽകിയിരുന്നു. ഏതായാലും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം അറിയിക്കട്ടെ.
ജപ്പാന്റെ മനസ്സിലുണ്ടായ ഇന്നോവേറ്റീവ് ഒരു ന്യൂനെസ്, ഒരു പുതിയ ചിന്ത ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചതിൻ്റെ വിവരണങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, 1440 ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന തട്ടാൻ. സ്വർണവും അല്ലെങ്കിൽ ആഭരണങ്ങളും ധാരാളം ഉണ്ടാക്കി ജീവിച്ച മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് വളയും കമ്മലും ഒരുപക്ഷെ മാലയും എല്ലാം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തുകൊണ്ട് ജർമ്മൻ ലെറ്റർ എനിക്ക് ഈ അച്ചിൽ ഉണ്ടാക്കിക്കൂടാ എന്ന ഒരു പുതിയ ചിന്തയാണ് അച്ചടി അല്ലെങ്കിൽ മൂൾ ടൈപ്പ് അച്ചടി യന്ത്രം ഈ ലോകത്തിൽ ഉണ്ടാകാൻ കാരണമായതെന്ന് നാം അറിയുന്നു. അതിൻ്റെ ഫലമായി അക്ഷരങ്ങളിലൂടെ ആദ്യമായി പ്രിന്റിംഗ് ടെക്നോളജിയുടെ വേദപുസ്തകം കയ്യിലെത്തിയ നാളുകളിൽ യൂറോപ്പിലെ വിവിധയിടങ്ങളിലേക്ക് വേദപുസ്തക അതാത് ഭാഷകളിൽ വ്യാപിക്കുകയും ലോകത്തെ മുഴുവൻ സൗഖ്യദായകമായ വിജ്ഞാനത്തിൻ്റെതായ അതിലുപരി സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഒരുമിപ്പിക്കണമെന്ന ദൗത്യം ഏറ്റെടുത്ത ആ ജനതയാണ് മിഷണർമാർ. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരെ നാം തിരിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിന് അത് മാറ്റിവെച്ച കാർഷിക വിപ്ലവവും വ്യവസായ വിപ്ലവവുമെല്ലാം അതിൻ്റെ മാറ്റങ്ങളുടെ അനന്തരാവകാശികളായി നാം ഓരോരുത്തരും മാറിയിരിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൽ ഇന്നും പഠിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അതിലുപരിയായി ഈ ലോകത്തെ സ്വാധീനിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുക. പറയുന്നു. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളും വന്നിട്ടുണ്ട്. ജിജി സാറ്, മാത്യു സാറ്, കുട്ടികൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ഥാപനത്തിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട ഉപകാരങ്ങളായിരുന്നു നിങ്ങളുടെ ഭാര്യമാർ, അവരുടെ ശുശ്രൂഷകളും. നിങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ സേവനകാലത്ത് വളരെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡായിരുന്നു 96-97 വർഷങ്ങൾ. കാരണം BA ഹിസ്റ്ററി ക്ലാസ് തുടങ്ങി. അത് ഒരു ശരിക്കും ഒന്ന് ഷേപ്പിലാകാൻ കുറേ സമയമെടുത്തു. അപ്പോഴാണ് ഈ രണ്ട് സുന്ദരികൾ ഞങ്ങളുടെ കോളേജിലേക്ക് കടന്നു വന്നു. അവർ രണ്ടുപേരും ആ 2 വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകിയതായിട്ടുള്ള അതിശ്രേഷ്ഠമായ സേവനങ്ങൾക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അത് പ്രത്യേകിച്ചും ഒരു സൗഭാഗ്യമായിരുന്നു എന്നെ സംബന്ധിച്ചത്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുമതല ഉണ്ടായിരിക്കുക, അവിടെ ശരിക്കും ക്ലാസ്സുകൾ നടത്തുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതൊരു വളരെ സ്ട്രഗിൾ ചെയ്തൊരു പീരീഡായിരുന്നു. ഇത് കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചു ബീനാസിൻ്റെ സെൻറ്റ് ഓഫ് കുട്ടികൾ നൽകിയപ്പോൾ. അതുപോലെ തന്നെ ഡോണാമസിനോട് ഒരിക്കലും എനിക്ക് ക്ലാസ്സിൽ പോയി ടീച്ചർ എന്ന് പറയേണ്ടി വന്നിട്ടില്ല. സ്വന്തം കർത്തവ്യം അത് തിരിച്ചറിഞ്ഞ് വളരെ ആത്മാർത്ഥതയോടെ ഫുൾഫിൽ ചെയ്ത ഒരു ടീച്ചർ എന്നുള്ളത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്നതായ കാര്യമാണ്. ദൂരെയായിരുന്നതായ നമ്മുടെ മക്കളോ മാതാപിതാക്കളോ, മക്കൾ ഹോസ്റ്റലിൽ നിന്നും മാതാപിതാക്കൾ ജോലി സ്ഥലത്ത് നിന്നും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് നമുക്കെല്ലാം വളരെ സന്തോഷം തരുന്നതായ കാര്യമാണ്. അവർ കുറേ നാളുകൾ ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ താമസിച്ച ശേഷം പോകാനായി പടിയിറങ്ങുന്നത് കാണുമ്പോൾ നമുക്കെല്ലാം വളരെയധികം സങ്കടവും വിഷമവും തോന്നും. അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്രമാത്രം ശക്തമാണോ അത്രയധികമായിരിക്കും നമ്മുടെ മനസ്സിലെ വിഷമവും ഭാരവും ദുഃഖവുമെല്ലാം. അവരിപ്പോൾ പോകണ്ടായിരുന്നു, കുറച്ച് നാളുകൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പോൾ പോകണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞു പോകാമായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. എന്നാൽ അവർക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ 30-ലേറെ വർഷം കോളേജിൻ്റെ ജീവൻ്റെ ഭാഗമായിരുന്ന അധ്യാപകരായിരുന്ന ഡോക്ടർ ബീന പോളും എല്ലാവരും വിളിക്കുന്ന രീതിയിൽ ഡോക്ടർ ഡോണ മിസ്സും അല്ലെങ്കിൽ ഡോണ സെബാസ്റ്റ്യനും കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത് പോകാൻ ഒരുങ്ങുമ്പോൾ വീട്ടിൽ വന്നതായ പ്രിയപ്പെട്ടവർ പോകാനായി തിരികെ അവരുടെ ജോലിസ്ഥലത്തോ ഭവനങ്ങളിലോ പോകാനായി ഒരുങ്ങുന്നതായ
പടിയിറങ്ങുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്നതായ വീട്ടുകാരുടെ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും, വീട്ടിലുള്ളവരുടെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ഇത്രയും നാൾ കോളേജ് ക്യാമ്പസിലും സ്റ്റാഫ് റൂമിലും ക്ലാസ് മുറിയിലും കണ്ടതായ മുഖം, കണ്ടതായ പുഞ്ചിരി, കേട്ടതായ ശബ്ദം, ക്ലാസ് റൂമിൽ കേട്ടതായ അറിവിൻ്റെ ശബ്ദങ്ങൾ, ബന്ധങ്ങളുടെ സൗഹൃദത്തിൻ്റെ മൊഴികൾ, സ്നേഹവുമൊക്കെ അടുത്ത അധ്യയന വർഷം മുതൽ നഷ്ടപ്പെടുമെങ്കിലും അതെല്ലാം സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ലഭിക്കുന്നു എന്നുള്ളത്, ഇരട്ടിയായി ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷവും ആഹ്ലാദവും തരുന്നതായ കാര്യമാണ്. ദാനിയേൽ തിരുമേനി, നമ്മുടെ ഈ നല്ല പ്രോഗ്രാമിന് നല്ലൊരു പ്രഭാഷണം നടത്തിയ ഡോക്ടർ ഈതിരൻ കതിരവൻ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പൂർവ്വ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കോളേജിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ സന്തോഷമുണ്ട്. എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ 1983-85 ബാച്ചിൽ ഹെൻറി ബേക്കർ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്. ഏതാണ്ട് 41 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളേജിൽ നിന്ന് പിരിഞ്ഞുപോയി. അന്ന് മുതൽ ഇന്ന് വരെ ഈ കോളേജുമായി വളരെ നല്ല ഒരു ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഒരു വർഷം ഏതാണ്ട് 12ഓളം പ്രോഗ്രാമുകളിലെങ്കിലും ഈ കോളേജിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. 81 മുതൽ 87 വരെയുള്ള ആദ്യകാല ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത, പൂർവ്വ അധ്യാപകർ ഉൾപ്പെടെ പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വന്ന മുഴുവൻ ആൾക്കാരും പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷത്തോടെ ഞങ്ങളുടെ വീട്ടിലെ എന്ന പോലെ പഠിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ ഏക വിദ്യാലയം ഹെൻറി ബേക്കർ കോളേജ് ആണ് എന്ന് ഇവിടെ വന്ന 500 പേരും സാക്ഷ്യപ്പെടുത്തിയത് നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ ആതിഥേയനായ തിരുമേനിയും ഇവിടുത്തെ പൂർവ്വ അധ്യാപകരും എല്ലാം കണ്ടതാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കോളേജുകൾ വളരെ ചുരുക്കമാണ്. ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഓരോ ദിവസവും വിവിധങ്ങളായ പ്രോഗ്രാമുകളുമായി കടന്നു ചെല്ലാറുണ്ട്. പക്ഷേ ഹെൻറി ബേക്കർ കോളേജിൽ വരുമ്പോൾ ഉള്ള ഒരു അനുഭവം, ഒരു പോസിറ്റീവ് എനർജി, അല്ലെ ആ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ, അല്ലെ പ്രിൻസിപ്പൾ നമ്മളെ സ്വീകരിക്കുന്ന കാണുമ്പോൾ, ഈ 3 ജില്ലയിലുള്ള വേറെ ഒരു സ്ഥാപനത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഹെൻറി ബേക്കർ കോളേജിനുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ അധ്യാപകർ നമുക്കറിയാം, ഇന്ന് പലരും എത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തോടുള്ള സ്നേഹമാണ് അവരൊക്കെ ഇങ്ങനെയൊരു യാത്രയയപ്പ് സമ്മേളനത്തിൽ അല്ല ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ വന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പൂർവ്വ അധ്യാപകരെ മുഴുവൻ ആദരിച്ചിരുന്നു. ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഫോണിൽ കൂടെ വിളിച്ചതേ ഉള്ളൂ. ഇവിടുത്തെ പൂർവ്വ അധ്യാപകര് വരുവാൻ സാധിക്കുന്ന, ഏറ്റു നടക്കുവാൻ സാധിക്കുന്ന മുഴുവൻ അധ്യാപകരും ഇവിടെ വന്ന് ആ ഒരു പരിപാടിയിൽ മുഴുവൻ സമയം പങ്കെടുത്തു. ഇന്ന് നമുക്കറിയാം, 10:30 തുടങ്ങിയ ഈ പരിപാടി ഇപ്പോൾ 1:10 ഇരുന്ന് ആരും ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന്, കസേരയിൽ നിന്ന് ഇതുവരെ ഏക്കാതെ മുഴുവൻ സമയം പങ്കെടുത്തവരാണ് നമ്മൾ ഇരിക്കുന്ന മുഴുവൻ പേരും. ഈ ഇരിക്കുന്ന മുഴുവൻ പേരും ഈ കോളേജിനെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് പിരിയുന്ന 2 അധ്യാപകര്, ഡോക്ടർ വീണ മിസ്സും അതുപോലെ തന്നെ ഡോക്ടർ ഡോണായും, ഇവർ 2 പേരും പിരിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങളുടെ കൂടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും കൂടെ പ്രവർത്തിക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കണം. അതിനായി നിങ്ങൾ സമയം കണ്ടെത്തണം. നമുക്ക് ഈ കോളേജിനെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സഹകരണം ഉണ്ടെങ്കിൽ സാധിക്കും. അതിന് നമ്മുടെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ തിരുവേദിയുടെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് മുന്നേറാം. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ വേറെ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഏതാണ്ട് 12ഓളം മീറ്റിങ്ങുകളിൽ ഈ കോളേജിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഞാൻ, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് നല്ല ഈ ഒരു കോളേജിന് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടി എല്ലാവർക്കും കൂടെ ഈ കോളേജിനും പ്രിൻസിപ്പളിനും നമ്മുടെ മാനേജർ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദീർഘമായ സേവനം ചെയ്ത ഔദ്യോഗികമായി ഈ കലാലയത്തിൽ നിന്ന് ഇവിടെ പറയുന്ന പ്രിയ ബീനാമിസിനും പ്രിയ ഡോണാമിസിനും സന്തോഷകരമായൊരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു. 90കളിൽ ജോയിൻ ചെയ്ത് ഈ 2026 വിരമിക്കുന്ന പ്രിയ അധ്യാപകർ പല രീതിയിലുള്ള വ്യത്യസ്ത ബാച്ചുകളെ അറിവുകൾ പകർന്നു നൽകി സ്നേഹത്തോടെ യാത്രയാക്കി. അതിൽ ഒരാളായിരുന്നു ഞാനും. ഈ കോളേജിൽ 5 വർഷം വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് 2003 മുതൽ 2 വർഷം ഡോണാമിസിന് വിദ്യാർത്ഥിയായിരിക്കാൻ സാധിച്ചു. ആ ഒരു സ്നേഹവും കരുതലും ഇന്നും തുടർന്നു പോരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബീനാമിസിനെ കാണാനും പരിചയപ്പെടുവാനൊക്കെ കഴിഞ്ഞിരുന്നു. എന്നാൽ 2014 കോളേജിൽ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം രാവിലെയും വൈകുന്നേരമുള്ള യാത്രകൾ ഞങ്ങളെ കൂടുതലായിട്ട് അടുപ്പിച്ചു. ആ ഒരു സൗഹൃദ ബന്ധം കൂടുതലായിട്ട് നിലനിൽക്കുന്നു. മിസ്സിനെ കൂടുതലായിട്ട് അറിയുവാനും അതുപോലെ തന്നെ മനസ്സിലാക്കുവാനൊക്കെ കഴിഞ്ഞു. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു അധ്യാപിക
അതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് എല്ലാ ജനുവരി മാസം 26-ാം തീയതി നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം. വളരെ നല്ല രീതിയിൽ കൃത്യനിർവഹണം നടത്തുകയും കോളേജിൻ്റെ സമഗ്ര പുരോഗതിക്ക് ക്രിയാത്മകമായ സംഭാവന ചെയ്ത 2 അധ്യാപകരും നമ്മുടെ കലാലയത്തോട് ഇവിടെ പറയും. നമ്മുടെ കോളേജിൻ്റെ പ്രധാനപ്പെട്ട ദിവസമായ റവറൻ ഹെൻറി ബേക്കർ മെമ്മോറിയൽ ലെക്ചർ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരായ ഡോണ മിസ്സിനെയും ബീന മിസ്സിനെയും ആദരിക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഈ കോളേജിനെ അവർ സേവിക്കുകയും വിദ്യാർത്ഥികൾക്ക് അറിവും മാർഗനിർദ്ദേശവും നൽകിയ അവർക്ക് നന്ദി അറിയിക്കുകയും ഇനിയുള്ള അവരുടെ ജീവിതയാത്രയ്ക്ക് സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട റൈറ്റ് റവറൻ ഫ്രാൻസിസ് തിരുമേനി, സ്നേഹമുള്ള KG ഡാനിയൽ തിരുമേനി, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ എതിരൻ കതിരവൻ, പ്രിയപ്പെട്ട ഗിരീഷ് സാർ, വൈദിക ശ്രേഷ്ഠരെ, കൊച്ചപ്പമാരെ, വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏകദേശം 40ഓളം വർഷം ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് കിട്ടിയ അറിവിനേക്കാൾ വലിയ അറിവ് ഇന്ന് ഡോക്ടർ എദ്രിൻ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. വളരെ പ്രൗഢഗംഭീരവും രാജകീയവുമായ ഒരു റിട്ടയർമെൻറ്റ് പ്രോഗ്രാമാണ് ഇന്ന് ഡോണയ്ക്കും എനിക്കും വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ഡോണയുടെയും എൻ്റെയും പേരിൽ ആദ്യം തന്നെ ഹെൻറി ബേക്കർ ഫാമിലിക്ക് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഒന്നിച്ച് ജോലിയിൽ പ്രവേശിച്ച് ഒന്നിച്ച് വിരമിക്കുന്ന ഡോണയുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം എല്ലാവിധ ആയുരാരോഗ്യവും സന്തോഷവും റിട്ടയർമെൻറ്റ് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏകദേശമല്ല 30 വർഷത്തോളം കാലം ഈ കോളേജിൻ്റെ 45 വർഷത്തിൽ 30 വർഷവും കോളേജിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഈ 30 വർഷത്തെ എൻ്റെ ജേർണിയെക്കുറിച്ചൊന്ന് ഞാൻ ചെറുതായിട്ട് വിവരിച്ചോളാം. Stint of life of time, I was bewildered to the core. Students harassed me in every manner possible. Whenever I turned to the blackboard, I could hear dogs barking, cats mewing, cocks crowing, and whatnot. When I returned after my maternity leave the next academic year, the whole scene changed for the better. To my surprise, I found a new, cozy, pleasant ambience. I started off my real joyride then and there. Donna എപ്പോഴും നല്ല ഹാപ്പിയാണല്ലോ. Once Beena asked me, and I replied, ശരിയാ ബീന, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. It was simply bliss here, pristine bliss, and I owe this happiness to all of you who've been part of my family here. Gratitude is the best attitude. First, let me take the opportunity to express my sincere gratitude to my management, CSI East Kerala Diocese. The manager who appointed me is late Right Reverend KJ Samuel. A towering figure, I was a bit intimidated by his personality. I bow my head in reverence to his memory. Let me express my deepest gratitude to Right Reverend Dr. KG Daniel. Whenever I meet him on the campus, he would ask me, "Endha Donna sugano?" Our present manager, Bishop of East Kerala Diocese and Deputy Moderator of CSI, Right Reverend V.S. Francis, has a dove-like gentleness and a disarming smile. My gratitude knows no bounds to your excellency. Now let me thank our bursar, Reverend Simon P. George. Every inch a gentleman, Simon Achan is an extraordinary silent presence on our campus.
I worked with 5 principals. My first principal is the one, the only Reverend P.V. Joseph. P.V. Achan, as we endearingly call him, has been instrumental in my getting a job here. ഭൂമിയിലെ കൺകണ്ട ദൈവം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എൻ്റെ കുടുംബത്തിന് അച്ഛൻ അങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ വളരെ കുറഞ്ഞതാകണം എന്നെനിക്കറിയാം. എങ്കിലും 1996 ഇന്ന് റിട്ടയർ ചെയ്യുന്ന 2 ടീച്ചേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്ത നിലയ്ക്ക് അവരുമായിട്ടുള്ള ബോണ്ടിനെ പറ്റി വളരെ കുറഞ്ഞ സെൻറ്റൻസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. അൻസ പറഞ്ഞതുപോലെ ഡോണയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഡോണ തന്നിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. തീർച്ചയായും ആ ഗിഫ്റ്റ്, എൻ്റെ വീട്ടിലിരിക്കുന്ന അനേകം ഗിഫ്റ്റുകളുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഓരോ കോമ്പറ്റീഷനൊക്കെ പ്രൈസ് കിട്ടുമ്പോഴും നൽകുന്ന ഗിഫ്റ്റുകൾ, ഇതെല്ലാം മാത്രം മതി ഡോണയെക്കുറിച്ച് എന്നും ഓർമ്മിക്കുവാൻ. അതുപോലെ ഡോണ തൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മൾ പണ്ട് കോളേജിലേക്ക് വരുന്ന കാര്യങ്ങളും അതും എല്ലാം, അതെല്ലാം തീർച്ചയായും നല്ല ഒരു ഓർമ്മകൾ തന്നെയായിരിക്കും. ഡോണയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബീനയെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബീനയെ ഞാൻ ആദ്യം കാണുന്നത് പഴയ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പിങ്ക് സാരിയിൽ വളരെ മന്ദസ്മിതത്തോടു കൂടിയിരിക്കുന്ന ഒരു ബീനയാണ്. ഇന്നും ആ മന്ദസ്മിതം ഞങ്ങളുടെ ബന്ധത്തിൽ വളരെ ഊഷ്മളതയോടെ നിലനിർത്താൻ സാധിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയുമുള്ള ഒരുമിച്ചുള്ള യാത്രകൾ, ബീനയുടെ നിർത്താതെയുള്ള സംസാരങ്ങൾ, അതെല്ലാം എന്നെ പലതവണ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എൻ്റെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു എത്തിച്ചേർന്നു. ഈ വേദിയെ അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തു. തിരുമേനിയോടും അതുപോലെ തന്നെ കൊച്ചമ്മയോടുമുള്ള ഹെൻറി ബേക്കർ കോളേജിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് റെവറൻഡ് ഡോക്ടർ KG ഡാനിയൽ തിരുമേനി, നമ്മൾ എന്താവശ്യത്തിന് വിളിച്ചാലും കോളേജിൻ്റെ ആവശ്യത്തിലേക്ക് ഓടി വരികയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന തിരുമേനിയെയും കൊച്ചമ്മയെയും കോളേജിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ ചീഫ് ഗസ്റ്റായി എത്തി മലയാളം എന്ന ഭാഷയും മിഷണറിയും എന്ന ടൈറ്റിലിൽ ഹെൻറി ബേക്കർ മെമ്മോറിയൽ ലെക്ചർ നടത്തിയ ഡോക്ടർ എതിരൻ കതിരവന് കോളേജ് കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ ചടങ്ങ് ഇത്ര മനോഹരമാക്കി തീർക്കാൻ ഏറ്റവും പ്രയത്നിച്ചത് നമ്മുടെ കോളേജ് പ്രിൻസിപ്പലായ ഡോക്ടർ ഗിരീഷ് കുമാർ സാർ തന്നെയാണ്. സാറിൻ്റെ നേതൃത്വത്തിൽ സാറ് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അഭിപ്രായം പറയുകയും ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാം കറക്റ്റ് ചെയ്യുകയും ചെയ്ത് ആണ് ഇത്ര മനോഹരമാക്കി തീർത്തത്. കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മദൃഷ്ടിയോടെ ഉത്തരവാദിത്വത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ സാറിനെ എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് റിട്ടയർ ചെയ്യുന്ന ഡോണയുടെ ഹസ്ബൻഡ് മാത്സനും മകൻ ദേവും എത്തിയിട്ടുണ്ട്. ബീനയുടെ ഹസ്ബൻഡ് ജിജിയും എൽസയും എത്തിയിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. തീർച്ചയായും വളരെ വർഷങ്ങൾ 30 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് ഇവരോടൊപ്പം ഇന്ന് റിട്ടയർ ചെയ്യുന്ന ടീച്ചേഴ്സിന് ആശംസ നൽകാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റിട്ടയർഡ് ടീച്ചേഴ്സ് ഉണ്ട്. തീർച്ചയായും അതുപോലെ റിട്ടയർ ചെയ്ത നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു. നമ്മുടെ ക്ഷണം സദയം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ പ്രിൻസിപ്പൽ PV ജോസഫ് അച്ഛനും അതുപോലെ എല്ലാ ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഹെൻറി ബേക്കർ കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാമൂലച്ചൻ്റെ കൊച്ചമ്മ വന്നിട്ടുണ്ട്. CC ജേക്കബ് സാറിൻ്റെ വൈഫ് മേരി മാഡം വന്നിട്ടുണ്ട്. നിങ്ങളോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായിരുന്ന മുൻപ് ഇവരോടൊപ്പം വർക്ക് ചെയ്ത ഗസ്റ്റ് ലെക്ചേഴ്സ് വന്നിട്ടുണ്ട്. അവരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ ചടങ്ങിനെ മാറ്റിക്കൂട്ടാനായി ഇവർക്ക് ആശംസകൾ നൽകിയ അഡ്വക്കേറ്റ് VP നാസർ, PC മാത്തുക്കുട്ടി അച്ഛൻ, PV ജോസഫ് അച്ഛൻ,
കോളേജ് ബെർസാർ സൈമൺ പി ജോർജസൻ, സിബി പ്ലാത്തോട്ടം, ജോമോൻ, ആശിഷ് എന്നിവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ ഇത്ര മനോഹരമാക്കാനായി ഗിരീഷ് സാറിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു കമ്മിറ്റി ഫോം ചെയ്തിരുന്നു. അതിലെ മെമ്പേഴ്സ് IQSC കോർഡിനേറ്റേഴ്സ് ജസ്റ്റിൻ ജോസ്, ഡോക്ടർ സാൻഡോ ജോസ്, ഡോക്ടർ അൻസ, ഡോക്ടർ നിഷ, അതുപോലെ ജിതിൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ബ്രോഷറും മെമൻറ്റോയും എല്ലാം ഡിസൈൻ ചെയ്തത് ഗിരീഷ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ജസ്റ്റിനും ജിതിനുമാണ്. ജിതിൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ജിതിനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കോമ്പയർ ചെയ്ത് ഗ്രാൻഡാക്കിയ എലിസബത്തിനോടും ലക്ഷ്മിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സ്റ്റേജ് സെറ്റ് ചെയ്യാനും ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഇത്ര മനോഹരമായി അറേഞ്ച് ചെയ്യാനും ഒത്തിരി കഷ്ടപ്പെട്ട ക്ലെമൻ്റ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫിലെ ബാക്കി മെമ്പേഴ്സ് എല്ലാവരുമുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനി ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. ഈ മീറ്റിങ്ങിനെ സാർത്ഥകമാക്കിയ എല്ലാ ടീച്ചിങ് ഫാക്കൽറ്റിയോടും നോൺ ടീച്ചിങ് സ്റ്റാഫിനോടും അതുപോലെ എസ്പെഷ്യലി സ്റ്റുഡൻസിനോടും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.